കെട്ടിപ്പൊക്കിയ ആകാശക്കോട്ടകൾ കൂപ്പുകുത്തി ഒന്നും രണ്ടൊന്നുമല്ല, രൂപ 9,000 കോടി ബാങ്കുകളെയും പറ്റിച്ച് രായ്ക്കുരാമാനം UK കണ്ടുപിടിച്ചതിന് മുൻപുള്ള UB ഗ്രൂപ്പ് തലൈവന്റെ പ്രതാപകാലത്താണ്. ആ 98-ൽ സെപ്റ്റംബർ മാസമാണ്. അന്നത്തെ ഒരു വാർത്താ സമ്മേളനത്തിന്റെ തുടർച്ചയിൽ പത്രങ്ങളിലെ ഒരു വാർത്ത ഇപ്പോഴും തപ്പിയാൽ ആർക്കൈവ്സിൽ കിടപ്പുണ്ട്. ഇങ്ങനെയാണ് ആ വാർത്തയ്ക്ക് തലക്കെട്ട്: സ്വർണം പൂശിയ ശബരിമല ശ്രീകോവിൽ ഇന്ന് ഏറ്റെടുക്കും. പ്രമുഖ വ്യവസായികളായ UB ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ വിജയ് മല്യ വഴിപാടായാണ് സ്വർണം പൂശിയതെന്നും 3.5 മാസം കൊണ്ട് 30.3 കിലോഗ്രാം സ്വർണം അതിനായി വേണ്ടി വന്നുവെന്നൊക്കെ ആ വാർത്തയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ കോടതി അറിയാതെ മാനുവൽ വിരുദ്ധമായി ദുരൂഹമായി ഇളക്കി ചെന്നൈക്ക് ഒരു പോറ്റ് കൊണ്ടുപോയ അതേ ദ്വാരപാലക ശില്പങ്ങളുടെ അടക്കം സ്വർണം പൂശൽ എന്ന പേരിൽ ഇങ്ങനെയൊന്നും തൂവിക്കാണിച്ചതല്ല. ചെമ്പുപാളിക്ക് മുകളിൽ കട്ടയ്ക്ക് സ്വർണ്ണ പ്ലേറ്റുകൾ അടുക്കി പൊതിഞ്ഞു വെച്ച് കൊടുത്തതാണ് കിങ്ഫിഷർ മുതലാളി. ആ ശില്പങ്ങളിലെ കിലോ കണക്കിന് സ്വർണം വർഷങ്ങൾക്കിപ്പുറം പോയത് എവിടെയാണ്, ആവിയായി പോയത് എങ്ങനെയാണെന്ന് പലയാവർത്തി ഇടക്കാല ഉത്തരവുകളിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് മാധ്യമങ്ങളല്ല, പ്രതിപക്ഷമല്ല, സാക്ഷാൽ കോടതിയാണ്. ഏതോ ഒരു ഉണ്ണിപ്പോറ്റിയുടെ മണ്ടയ്ക്കങ്ങ് ഇട്ടാൽ തീരുന്ന പ്രശ്നമാണോ അയ്യപ്പന്റെ അസറ്റുകൾ അപ്രത്യക്ഷമാവൽ? ഒന്നാം പ്രതി കട്ടായം ദേവസ്വം ബോർഡാണ്. ആ സ്പോൺസർ വേഷധാരി ചുമ്മാതങ്ങ് ഇളക്കിക്കൊണ്ടു പോയതല്ല. 2019-ൽ ദേവസ്വം ബോർഡ് അടിച്ചിറക്കി ഒപ്പിട്ട് കൊടുത്ത ഉത്തരവിലും ആ ശില്പങ്ങളിൽ കട്ടയ്ക്ക് ചാർത്തി കൊടുത്ത സ്വർണം കാണുവാനില്ല. അവിടെയും ചെമ്പാണ്, ചെമ്പ്. അതിഗുരുതരമായ ക്രമക്കേടുകൾ, സ്ട്രൈക്കിംഗ് അറ്റ് ദ വെരി കോർ ഓഫ് ഇന്റഗ്രിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി എന്ന് കോടതി പറയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പോറ്റി പറഞ്ഞാൽ പോരാ, മറുപടി ആ പോറ്റിക്ക് അവിടെ കയറി ഇറങ്ങി കേൾപ്പോരും കേൾവിയുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ, ഇളക്കിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ചോദ്യങ്ങളില്ലാതെ മാസം ഒന്ന് കയ്യിൽ വെക്കാമെങ്കിൽ, കൊണ്ടുപോയപ്പോൾ തൂക്കി നോക്കിയത് തിരികെ എത്തുമ്പോൾ കണക്കെടുപ്പില്ലെങ്കിൽ, ആർക്കുമാർക്കും സംശയങ്ങളില്ലെങ്കിൽ, കോടതി പറയുമ്പോൾ ആരും ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഒക്കെയും തോന്നിയവാസം ദുരൂഹമാണ്. പൂങ്കാവനത്തിൽ നാറുന്നുണ്ട് ഒരു കള്ളക്കച്ചവടത്തിന്റെ കെട്ടവാട. ഏതോ ഒരുത്തന്നെ തലയിൽ വെച്ച് രക്ഷപ്പെടാനാവില്ലെന്ന് ദേവസ്വം സാറന്മാർക്കും പങ്കെന്ന് പറയലാണ്. ഒരു ശില്പത്തിന്റെ കാര്യത്തിൽ മാത്രം ഇത്രയും ഉടായ്പ കൊണ്ട് ഞെട്ടിയ കോടതി വിശാലമായ സ്ട്രോങ് റൂമുകൾ, ഖജാനകളടക്കം തുറന്ന് കണക്കെടുക്കുക എന്നാണ് ഉത്തരവ്. ആധികാരികം, രേഖാമൂലം, കണക്ക് സഹിതം കോടതി സംശയിക്കുന്ന ഗുരുതരമായ സംശയങ്ങൾ സത്യമാണെങ്കിൽ സന്നിധാനത്തെവിടെയോ മൂർത്തിയെ വിറ്റ് കാശാക്കാൻ ആർത്തിപ്പെടുന്ന ഒരു അമ്പലം വിഴുങ്ങിയ അധമ കോക്കസിന്റെ വാഴ്ചയാണ് അയ്യപ്പ നിനക്ക് നീയേ തുണ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഡോക്ടർ ജിൻഡോ ജോൺസ്, VP ശ്രീനാഥൻ, ശ്രീ മഹേഷ് പണിക്കർ എന്നിവർ ചർച്ചയിൽ ചെയ്യുന്നു. ആദ്യം ഞാൻ ശ്രീ കെ അനിൽകുമാറിലേക്ക്. ശ്രീ അനിൽകുമാർ, കോടതി 1 4 ഇടക്കാല ഉത്തരവുകളിൽ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ഗുരുതരമാണ്. അത് അയ്യപ്പ സംഗമം പൊളിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചന എന്ന രാഷ്ട്രീയ ന്യായത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ? ഈ പോറ്റി മാത്രം ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ മതിയോ? അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. അല്ല, നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് 9 കൊല്ലമായി അല്ലെ 9.5 കൊല്ലമായി ഭരണം നടത്തുമ്പോൾ നിങ്ങളെപ്പോലുള്ളവരൊക്കെ തന്നെ ഇതിനേക്കാൾ നീണ്ട കഥാപ്രസംഗങ്ങൾ നടത്തി സർക്കാരിനെതിരായിട്ട് ഈ സംവിധാനങ്ങളാകെ വല്ലാണ്ട് കുഴപ്പമാണ് എന്ന് പതിരിപ്പിച്ച പല കേസുകളും ഈ കോടതിയിൽ എന്തായി എന്ന കാര്യം ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. കെ ഫോണിനെ കുറിച്ച് ഞാൻ ഹാഷ്മിയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. AI ക്യാമറ അഴിമതിയെക്കുറിച്ച് എത്ര തവണ നമ്മുടെ ചാനലുകളിൽ ചർച്ച ചെയ്തു. ഞങ്ങളെല്ലാം ഇപ്പം നിങ്ങൾ അമ്പലം വിഴുങ്ങിയെന്ന് ആരെയോ വിളിക്കുന്നുണ്ട്, ആരെയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും കേരളത്തിൽ 9.5 കൊല്ലത്തിനിടയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള വിശുദ്ധിയാണ് എല്ലാ മേഖലയിലും തെളിഞ്ഞിട്ടുള്ളത്. ഒരു കളങ്കത്തിനും കൂട്ടുനിൽക്കാത്തൊരു ഗവൺമെൻറ്റാണ് പിണറായി സർക്കാർ. രണ്ടാമത്, നമ്മുടെ നാട്ടിൽ കോടതി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ ഉടൻ തന്നെ, അവരേതെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ കോടതികളുടെ ഇടപെടൽ ശബരിമലയ്ക്ക് എന്തെങ്കിലും തരത്തിൽ കുഴപ്പങ്ങളുണ്ടായ കാലം ഉണ്ടോ? ഇടയ്ക്കെവിടെയോ ഒരു ശബരിമല തീർത്ഥാടനം നടക്കുമ്പോൾ അരവണയിൽ വിഷാംശം എന്നൊരാരോപണം വന്നു. അപ്പോൾ അരവണ അവിടെ വിതരണം ചെയ്യേണ്ടെന്ന് കോടതി പറഞ്ഞു. അത് കഴിഞ്ഞ് അതിൻ്റെ കെമിക്കൽ എക്സാമിനേഷൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഭക്ഷ്യയോഗ്യമാണ്. ഈ പറയുന്നത് കള്ളമായ ആരോപണമായിരുന്നു. ഏലക്കായിൽ ടെൻഡർ പിടിച്ച കമ്മിറ്റിക്കാരല്ലെങ്കിൽ അവിടുത്തെ ടെൻഡർ പിടിച്ച ആ ഏജൻസിയാണ് പരാതിപ്പെട്ടത്. ഹൈക്കോടതിയിലൊരു സ്റ്റേയുടെ പേരിൽ എത്ര കോടി രൂപയാണ് ദേവസ്വം ബോർഡിന് നഷ്ടമായത്? ആ നഷ്ടമായ പൈസയ്ക്ക് മാത്രമല്ല, പിന്നെ അതുകൊണ്ട് കുഴിച്ചിടാൻ വേണ്ടി എത്ര കാശ് ചിലവായി?
അതാരുടെയും ഈടാക്കിയെടുക്കും? അപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറ്റവും മുറിയും വെച്ചിട്ട് ഇത് ഏതാണ്ട് ഈ ഹൈക്കോടതിയുടെ സ്റ്റേ മൂലം 7 കോടി രൂപ പോയത് അമ്പലം വിഴുങ്ങിയുടെ കണക്ക് വരുമോ? നമ്മളൊന്ന് ചർച്ച ചെയ്യാം. നമ്മുടെ നാട്ടിൽ നിയമപരമായിട്ട് നടക്കും. ദേവസ്വം ബോർഡിൽ വിജിലൻസ് ഉണ്ടോ? ചോദ്യം. ഉണ്ട്. ദേവസ്വം ബോർഡിൽ സ്ട്രോങ് റൂം ഉണ്ടോ? ഉണ്ട്. ദേവസ്വം ബോർഡിൽ കണക്കുണ്ടോ? ഉണ്ട്. അവിടെ എന്തോ പറയാ എന്നാ മൊത്തം അരിച്ചു പറക്കാൻ പോകണമെന്ന് കോടതി പറഞ്ഞിട്ട് അരിച്ചു പറക്കോട്ടെ. അത് കോടതിയുടെ ജസ്റ്റിസ് KT ശങ്കരൻ, വളരെ ആദരണീയനായ കേരള ഹൈക്കോടതിയിലെ അപൂർവ വിധിന്യായങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഏറ്റവും ന്യായയുക്തനായ ഒരു ന്യായാധിപനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം അവിടെ വരുന്നതും പരിശോധിക്കുന്നതും എല്ലാ നിലയ്ക്കും സ്വാഗതാർഹമാണ്. പക്ഷെ അദ്ദേഹം പരിശോധിക്കാൻ പോകുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ പോറ്റിയുടെ കയ്യിൽ കാണാതായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ട്. ഇയാളുടെ തന്നെ ഇരുന്നിട്ടാണ് ഇയാൾ ഈ പരാതിയായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അത് കയ്യിലുണ്ടായപ്പോൾ എന്നാൽ പിന്നെ അത് എനിക്കൊരു തെറ്റുപറ്റിയാണെന്ന് പറയാതെ പെങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഒളിപ്പിച്ചു വിദ്വാൻ. ഈ കാര്യമൊക്കെ എങ്ങനെ പുറത്തു വന്നത്? കമ്പോട് കമ്പ് ഈ ആറന്മുളയിലെയും അതുപോലെ ശബരിമലയിലെയും മുഴുവൻ തിരുവാഭരണങ്ങളും അവിടുത്തെ മുഴുവൻ ആഭരണങ്ങളും പരിശോധിച്ച് അണുവിട വ്യത്യാസമില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ദ്വാരപാലക ശില്പങ്ങൾക്ക് സമീപമുള്ള ആ പ്രദേശം ചെമ്പുപാളിയാണോ സ്വർണ്ണപ്പാളിയാണോ? കാശ്മീരുടെ അറിവ് എന്താണ്? സ്വർണ്ണപ്പാളിയാണ്. ചർച്ചയ്ക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു അറിവ് വേണമല്ലോ. സ്വർണ്ണപ്പാളിയാണ്. അല്ല. ആണ്. അത് തന്നെ കാശ്മീർക്ക് തെറ്റി. അല്ലല്ല, ആണ്. കാശ്മീർ സ്വർണ്ണപ്പാളിയല്ല, എങ്കിൽ കോടതിക്ക് തെറ്റി. സ്വർണ്ണപ്പാളിയാണ്. അപ്പോൾ കാശ്മീർ നമുക്ക് ചോദിക്കാം. അല്ലല്ല, പറയാം. കാശ്മീർക്കാണ് തെറ്റിയത്, കോടതിക്ക് തെറ്റി. സ്വർണ്ണപ്പാളിയാണെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഇത് മദ്രാസിലേക്ക് കൊണ്ടുപോയത്? അതാ കോടതി ചോദിക്കുന്നത്. അല്ലല്ല, കാശ്മീർ പറ. അല്ലാതെ കോടതി ചോദിക്കുന്നത് സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞു. അല്ല കേൾക്കുമാർ, എക്സാക്ട്ലി അങ്ങയുടെ ചോദ്യമാണ് ചോദ്യം. എക്സാക്ട്ലി അങ്ങയുടെ ചോദ്യം തന്നെയാണ് ചോദ്യം. അതായത് 99-ൽ വിജയ് മല്യ ഈ പറയുന്ന കട്ടയ്ക്ക് സ്വർണ്ണം അടിച്ചു കൊടുത്ത ഈ സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞാൽ ചെമ്പിന് മുകളിൽ കോടതി പറഞ്ഞ ഗോൾഡ് ക്ലാഡിംഗ് എന്നാ പറഞ്ഞത്. ഈ പറഞ്ഞ പൂശലല്ല, സ്വർണം പ്ലേറ്റുകൾ വെച്ച് അടിച്ചു കൊടുത്ത സ്വർണ്ണപ്പാളി ഈ 2019 എത്തുമ്പോഴേക്കും എങ്ങനെയാണ് ബാക്ക് ടു ചെമ്പായത്? അങ്ങ് ചോദിച്ചാൽ അതേ ചോദ്യം. അതാണ് സംശയം. ഓക്കെ, അപ്പൊ ഇനി ഇത്രയും ഞാൻ പറയുന്നത് കേൾക്കുക. അത് സ്വർണ്ണപ്പാളിയാണ്, പിന്നെ എന്തിനാണ് അതിൽ ചെമ്പ് വരുന്നത്? സ്വർണ്ണപ്പാളിയാണ്, പിന്നെ എന്തിനാ ചെമ്പ് വരുന്നത്? 40 കൊല്ലത്തെ ഒരു കൊട്ടേഷൻ എവിടെയുണ്ടോ? 40 കൊല്ലത്തേക്ക് ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ ഒരു കോടതി ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ നിങ്ങളങ്ങ് ഭ്രാന്താകാതെ. നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? കോടതി ചോദ്യം ചോദിക്കുമ്പോൾ കോടതിക്ക് ഉത്തരം നൽകാൻ വിജയമല്യയുടെ കാലത്ത് ഏതെങ്കിലും രേഖ കോടതി പരിശോധിച്ചോ? കോടതി എവിടെ കയറുന്ന ചോദ്യം ചോദിക്കും. അപ്പോൾ അതിന് ഉത്തരം എവിടെ ഉണ്ട്? ആ ഉത്തരം കിട്ടണം. എന്ത് വേണം? ജസ്റ്റിസ് KT ശങ്കരൻ പറഞ്ഞു. അപ്പോൾ വിജയമല്യയുടെ കാലത്ത് എവിടെയൊക്കെ പൂശി? വിജയമല്യയുടെ കാലത്ത് സ്വർണം പൂശുകയാണോ സ്വർണം മൊത്തം അടിക്കുകയാണോ? ഇത് എനിക്ക് തീരെ മനസ്സിലായില്ല. സ്വർണ്ണപ്പാളി വെക്കുകയാണോ അതോ ചെമ്പിൻ്റെ മേലെ സ്വർണം വെക്കുകയാണോ? ഇത് വിജയമല്യ വെച്ചതെല്ലാം സ്വർണം, ബാക്കിയൊന്നും സ്വർണ്ണം അല്ലെന്നാണോ? അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എൻ്റെ അറിവ് ഞാൻ പറയാം, ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയത് ചെമ്പിൽ സ്വർണം പൂശുകയാണ്. അങ്ങനെ ചെമ്പിൽ സ്വർണം പൂശുന്നതിന് വേണ്ടിയാണ് 99-ൽ ഇത് അവിടുന്ന് കൊണ്ടുപോയത്. 40 കൊല്ലത്തേക്ക് അത് പരിപാലിക്കുന്നതിനുള്ള കരാറോടുകൂടിയാണ് കൊണ്ടുപോയിട്ടുള്ളത്. എൻ്റെ അറിവനുസരിച്ച് ഏതാണ്ട് 49 പവൻ സ്വർണ്ണമാണ് അതിൽ പൂശിയിട്ടുള്ളത്. എൻ്റെ അറിവ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. നമുക്ക് ദേവസ്വം ബോർഡിൻ്റെ രജിസ്റ്റർ ഉണ്ട്. രജിസ്റ്റർ ജസ്റ്റിസ് KT ശങ്കരൻ നോക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ കിരീടം പോലെ അവിടെ കൊടുത്തൊരു കിരീടം ഉണ്ടല്ലോ. ഒരാൾ ചോദിച്ചല്ലോ, ഒരു ട്രസ്റ്റി ചോദിച്ചല്ലോ, ചെമ്പുമ്പൽ സ്വർണം പൂശിയതാണോ സ്വർണത്തിൽ ചെമ്പ് പൂശിയതാണോ? ഇത് സ്വർണം പൂശാൻ കൊണ്ടുപോയതാണ്, അപ്പം പൂശാൻ കൊണ്ടുപോയതാണ്. അവിടെ ഈ ഒരു പോറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ, പോറ്റിക്ക് വിശ്വാസമില്ലാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ ഒരു ഭക്തൻ നിലയ്ക്ക് ഒരാൾ വന്നിട്ടുണ്ട്, ഞാനത് പൂശിത്തരാം എന്ന് പറഞ്ഞാൽ, ഓഫർ ചെയ്താൽ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനാണ് അയ്യപ്പ സംഗമം നടത്തിയത്. ഇത്തരം പോറ്റിമാരെ ഒഴിവാക്കിയിട്ട് നേരിട്ട് അങ്ങ് ഒരു പക്ഷേ വ്യക്തത ഇല്ലാത്തതുകൊണ്ടാവണം അത് പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ അങ്ങ് തിരുത്താണ് എന്ന് പറഞ്ഞാൽ അത് ഫാക്ച്വലർ ആയതുകൊണ്ടാണ്. അതായത് 99-ൽ ഇത് എവിടെയും കൊണ്ടുപോയില്ല. 99-ൽ 2019-ലാണ് കൊണ്ടുപോകുന്നത്.
99 ഇത് ശബരിമലയിൽ വെച്ച് തന്നെയാണ് ഈ ഗോൾഡ് ക്ലാഡിംഗ് നടത്തുന്നത്. ഗോൾഡ് ക്ലാഡിങ്ങും ഗോൾഡ് പ്ലേറ്റിംഗും ഉണ്ട്. ഗോൾഡ് ക്ലാഡിംഗ് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റാത്ത കാര്യം അല്ലല്ല ഒറ്റ മിനിറ്റ്, ഇത് പ്രേക്ഷകർക്ക് വേണ്ടി അല്ല അല്ല ഞങ്ങൾക്ക് വേണ്ടിയില്ല അല്ലല്ല ഞങ്ങൾക്ക് വേണ്ടിയില്ല പ്ലീസ് പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടിയില്ല പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു. നിങ്ങളുടെ സമയത്ത് പറഞ്ഞു, നിങ്ങളുടെ സമയത്ത് പറഞ്ഞു, എനിക്ക് എന്റെ സമയത്ത് അല്ലല്ല അടു കെ എൽ കുമാർ 99 ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടില്ല. അല്ലല്ല 99 ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടില്ല. ഇതൊക്കെ അറിയാവുന്നവരാണ്. 99 ശബരിമലയിൽ അടിച്ച സ്വർണം താങ്കൾ പറഞ്ഞ കണക്കുമല്ല. ഇത് കൊണ്ടുപോയി ഞാൻ പറഞ്ഞു. താങ്കൾ പറഞ്ഞ നിക്കവിടെ താങ്കൾ പറഞ്ഞ പറയട്ടെ, നിക്കവിടെ, നിങ്ങൾ നിക്കവിടെ, പെടക്കരുതെന്ന് താങ്കൾ പറഞ്ഞ ഫാക്ച്വൽ വിരുദ്ധ ചൂണ്ടിക്കാണിച്ചാണ് ചർച്ചയ്ക്കാ വന്നത്. ശബരിമല അതെ ഒരു ഫാക്ച്വൽ വിരുദ്ധതയില്ല. ആദ്യം പിടിക്കുന്ന കേക്ക് വിജയമല്യയുടെ പൂശിയ സാധനമാണെങ്കിൽ പറയാ വിജയമല്യ പൂശിയതാണ്, പിന്നെ ഈ പോറ്റി എന്തിനാ അത് കൊണ്ടുപോകണത്? ആദ്യം ഇത് നോക്കട്ടെ. വിജയമല്യ പൂശിയത് ബാക്കിയുള്ളതിനും കുഴപ്പമില്ല, ഇതിന് കുഴപ്പമുണ്ടോ? പിന്നെ പോറ്റി എന്തിനാ കൊണ്ടുപോയത്? അത് ഇറക്കിയിട്ട് ശബരിമല വെച്ച് പൂശിയോ അത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി? അത് രണ്ട് കാര്യം. ചിലപ്പോൾ താഴെ വെച്ച് പൂശി കാണും. നിങ്ങൾ പറഞ്ഞ കാര്യം ശരി. ആദ്യം ഞാനത് പത്രവാർത്ത വായിച്ചു. പോയിന്റ് അതല്ല. ഒന്നാമത്തെ പോയിന്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ചെമ്പിന്മേൽ സ്വർണം പൂശിയതാണ്, അല്ലാതെ സ്വർണ്ണപ്പാളി അല്ല. കേരളത്തിലെ എത്രയോ മാധ്യമങ്ങൾ അത് ചെമ്പിൽ സ്വർണം പൂശിയെന്ന് ഇന്നും റിപ്പോർട്ട് ചെയ്തു, ഇന്നലെയും റിപ്പോർട്ട് ചെയ്തു. കാശ്മീർക്ക് മാത്രം സ്വർണ്ണമാക്കുന്നതിന് എനിക്ക് വിരോധമില്ല കേട്ടോ. ചെമ്പിൽ സ്വർണം പൂശാനാണ്. ഞാൻ അങ്ങേക്ക് വേണ്ടി വ്യക്തതയ്ക്ക് വേണ്ടി പറയുമ്പോൾ അങ്ങ് സമ്മതിക്കുന്നില്ല. അങ്ങേക്ക് അതിൽ വ്യക്തത കുറവുണ്ട്. ഞാനൊന്ന് പറയട്ടെ സാർ, എന്റെ സാർ ഒന്ന് പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. ഒറ്റ വ്യക്തത കുറവുള്ളൂ. ഇതിനാണ് അയ്യപ്പ സംഗമം നടത്തിയത്. ഒറ്റക്കൊറ്റക്ക് പോറ്റിമാർ വരണ്ട. അയ്യപ്പ സംഗമത്തിന്റെ പോയിന്റ് ഇതാണ്. എന്താണ് അയ്യപ്പ സംഗമത്തിന്റെ പ്രസക്തി? ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ഡിജിറ്റലായിട്ട് നമുക്ക് അയ്യപ്പ സംഗമത്തിലേക്ക് എത്താം. അടുത്തടുത്ത് വരാം. ആ പണി വേണ്ട, അല്ലല്ല ആ പരിപാടി വേണ്ട. ഞാൻ ഒരു ചർച്ചയ്ക്ക് വരുന്ന പൊളിറ്റിക്കലായിട്ടാണ്. എന്റെ വാദം ഇത്രേ ഉള്ളൂ. ശബരിമലയിൽ ഒറ്റയ്ക്കൊരു പോറ്റി വരണ്ട. ഒറ്റക്കൊറ്റക്കുള്ള പോറ്റി വരുന്ന പരിപാടി നിർത്തുക. ഈ പോറ്റി തന്നെ അല്ല മറ്റേ ആളുകൾ തന്നെ ഇത് പൂശാനാന്ന് നാട്ടുകാരുടെ പിരിവ് നടത്തി എന്നുള്ള വാർത്തകൾ വിജിലൻസിന് കിട്ടിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഈ പോറ്റിയുടെ വീട്ടിൽ പോയി സാധനം പൊക്കിയെടുത്തത്? ഇദ്ദേഹം പരാതി കൊടുക്കുമ്പോൾ 2 പീഠം, ഇപ്പോൾ 2 സെറ്റ് പീഠം, ഒരു പീഠം കയ്യിലുണ്ട്, ഒരു പീഠം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. ഇത് കൊടുത്തെന്ന് പറഞ്ഞാണ് അദ്ദേഹം വ്യാജ പരാതി ഉണ്ടാക്കിയത്. ഞങ്ങളുടെ പോയിന്റ് ഇതാണ്. ഒറ്റക്കൊറ്റക്കുള്ള ഒരു പോറ്റിയും വരണ്ട. ശബരിമല വികസനത്തിന് താല്പര്യമുണ്ടോ? ഇതാ ഇപ്പോൾ അവിടെ പാനൽ ചെയ്തിട്ടുണ്ട്. അവിടെ വന്ന ആളുകളിൽ നിന്നും ഓഫർ സ്വീകരിക്കാൻ പോവാണ്. 18 പേരുടെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. സുതാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാണ്. അതിൻ്റെ ഉള്ളിൽ കടന്ന് ഇവിടെ ആരോ അമ്പലം വിഴുങ്ങുന്നു. എവിടെ വിഴുങ്ങി? ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ദേവസ്വം ബോർഡിന് എത്ര കോടി രൂപ കേരള സർക്കാർ നൽകിയിട്ടുണ്ട്? 2, ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ കാലത്തെ ദേവസ്വം ബോർഡ് ഭരണം എന്ന് പറയുന്നത് മികവാർന്ന ഭരണമായിരുന്നു. അതിൽ ഓരോ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മികവാർന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ ചെയ്തത്. ഒരഴിമതിക്കും അവർ ഒരിടത്തും ഉത്തരം പറയേണ്ടി വന്നിട്ടില്ല. ഒരിടത്തും ഇന്നേ വരെ ഉത്തരം പറയേണ്ടി വന്നിട്ടില്ല. അവിടുത്തെ ടെൻഡറുകൾ, മുമ്പുണ്ടായിരുന്ന തെറ്റായ കാര്യങ്ങൾ തിരുത്തിയവരാണവർ. അവരെ ആരും ഇരുട്ട് നിർത്തിയിട്ട് കളിക്കണ്ട. കാര്യം പറയാനുള്ളൂ, ഒറ്റക്കൊറ്റക്ക് പോറ്റിമാർ വരണ്ട എന്നുള്ളതിന്റെ കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമാണ്. അതിനെ എതിർത്തവർ അഴിമതിക്ക് വേണ്ടി നിൽക്കുകയാണ്. ഞാൻ ജിൻഡോയിലേക്ക് എത്തുന്ന മുമ്പ് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പ്രേക്ഷകരോടെ പറയുന്നതാണ്. അതായത് ഈ ഗോൾഡ് ക്ലാഡിങ്ങും ഉണ്ട്, ഗോൾഡ് പ്ലേറ്റിങ്ങും ഉണ്ട്. ഗോൾഡ് ക്ലാഡിംഗ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ചെമ്പുപാളികൾക്ക് മുകളിലേക്ക് ഈ സ്വർണത്തിൻ്റെ നേരിയ പ്ലേറ്റുകൾ അടുക്കി വെച്ച് സ്വർണ്ണമാണ് എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ ഷീറ്റുകൾ നേരെ കൊണ്ട് അപ്ലൈ ചെയ്യുകയാണ്. അത് 99 അല്ലെങ്കിൽ 98 ശബരിമലയിൽ വെച്ച് തന്നെയാണ് വിജയമല്യ നടത്തിയത്. ഇനി മറ്റേ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ചെമ്പിൽ സ്വർണം പൂശലാണ്, മുക്കുമണ്ഡമാണ്, സ്വർണ്ണമല്ല മുക്കുമണ്ഡമാണ്. ഇനി അതിന് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പത്രവാർത്തയും വായിക്കാം. സ്വർണം പൂശി ശബരിമല ശ്രീകോവിൽ ഇന്ന് ഏറ്റെടുക്കും എന്ന് പറയുന്നത് മാതൃഭൂമി പത്രത്തിലെ വാർത്തയാട്ടോ. ശബരിമല ശ്രീകോവിലിന് എന്താണ് സ്വർണം പൂശൽ പൂർത്തിയായി. സ്വർണം പൂശിയ ശ്രീകോവിൽ വെള്ളിയാഴ്ച ദേവസ്വം ബോർഡ് ഏറ്റെടുക്കും. പ്രമുഖ വ്യവസായികളായ UB ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ വിജയമല്യ വഴിപാടായാണ് ശബരിമല ശ്രീകോവിലിന് സ്വർണം പൂശിയത്. തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളുടെയും ചൂടുപിടിച്ചാണ് ശബരിമല ശ്രീകോവിലും സ്വർണം പൂശിയെന്ന് വിജയമല്യ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 30.3 കിലോഗ്രാം സ്വർണം എന്ന് പറഞ്ഞാൽ 30.3 കിലോഗ്രാം സ്വർണം ഇതിനായി വേണ്ടി വന്നു. സ്വർണം പൂശൽ 3.5 മാസം കൊണ്ട് പൂർത്തിയായി. എവിടെ വെച്ച് ശബരിമല വെച്ച് നടന്നതാണ്. ശ്രീകോവിലിന്റെ മേൽക്കൂര, 4 നാഗരൂപങ്ങൾ ഉൾപ്പെടെ സീലിംഗ്, ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അയ്യപ്പ ചരിതം എഴുതിയ തകിടുകൾ,
അത് ശബരിമലയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം എന്താണ് തകിടുകൾ എന്നുള്ള കാര്യം. തകിടുകൾ, 2 ആർച്ചുകൾ, കാണിക്കവഞ്ചി, ശ്രീകോവിലെ 3 കലശങ്ങൾ, ഉപക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളായ കന്നിമൂല ഗണപതിയുടെയും നാഗരാജാവിൻ്റെയും 2 കലശങ്ങൾ, ശ്രീകോവിലിന് ചുറ്റുമുള്ള ആനയുടെ പ്രതിമകൾ, 2 ദ്വാരപാലകന്മാർ, ശ്രീകോവിലെ 3 കർണകൂടവും തൂണുകളും ഒക്കെ മൊത്തത്തിൽ ഗോൾഡ് ക്ലാഡ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്ലേറ്റിംഗ് അല്ല, പൂശലല്ല, ക്ലാഡിംഗ് ആണ്. ക്ലാഡിംഗ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണം പതിക്കലാണ്. എന്ന് ശാൽകുമാർ പറയുന്ന പോലെ തന്നെ ചെമ്പ് പാളിക്ക് മുകളിൽ സ്വർണ്ണം പതിക്കലാണ്, സ്വർണ്ണം പൂശലല്ല. അതിൻ്റെ വ്യക്തത ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ 2019 4 കിലോ കുറവുള്ള കാര്യം കോടതി പറയുന്നുണ്ടല്ലോ. 2019 4 കിലോ കുറഞ്ഞിട്ട് ഈ പറയുന്ന ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തി വരുമ്പോഴേക്കും 300 ചില്ലുവാനം ഗ്രാം മാത്രമാണ് കൂടിയത്. അതാണ് വ്യത്യാസം. ഈ പറയുന്ന 30.1 കിലോയിൽ എത്രയാണെങ്കിലും ഈ പറയുന്ന എന്താണ് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ അതിന് ആനുപാതികമായ സ്വർണ്ണം എന്തായാലും ഉണ്ട്. അതെന്തായാലും 300 ഗ്രാം അല്ല, ഉറപ്പാണത്. ശ്രീ ജിൻഡോ, അതാണ് അടിമുടി പ്രശ്നമെന്നാണ് കോടതി സംശയിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ 42.8 കിലോ, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി 40 ദിവസം കയ്യിൽ വെച്ച് ഈ സ്ഥാപനത്തിൽ കൊണ്ടുപോയി അവിടെ തൂക്കുമ്പോൾ 38.258 കിലോ. പോറ്റി ഒറ്റയ്ക്ക് പോറ്റിയെ തോന്നിയ പോലെ കേട്ടോ അവിടെ ചെയ്യുന്നൊക്കെ. തിരിച്ച് സന്നിധാനത്തേക്ക് എത്തിക്കുമ്പോൾ തൂക്കക്കുറവ് അറിയാതിരിക്കാൻ മഹസ്സറിൽ രേഖപ്പെടുത്താതെ ഇരിക്കുന്നു. കോടതി മഹസ്സർ വിളിച്ചു വരുത്തുന്നവരെ അത് പൂഴ്ത്തിവെക്കുന്നു. എല്ലാം അറിഞ്ഞിട്ടും 2025 വീണ്ടും അതേ പോറ്റിക്ക് കൊടുക്കുന്നു. ഒറ്റയ്ക്കാണോ പോറ്റി? ജിൻഡോ, അല്ല ലക്ഷ്മി, ഇതിലുള്ളൊരു പ്രശ്നം എന്താ അറിയോ, ഈ ശബരിമലയിലെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെന്ന് പറയാനായിട്ടാണ്. അഡ്വക്കേറ്റ് കെ എൽ കുമാർ തുടക്കത്തിൽ ചോദിച്ചാണ് യഥാർത്ഥ ചോദ്യം. നമ്മുടെ ചർച്ചയുടെയും കോടതിയുടെയും ഈ പറഞ്ഞ എല്ലാ ചർച്ചകളുടെയും ക്രക്സ് ശ്രീ അൽകുമാർ ചോദിക്കുന്നതാണ്. എന്താണ് 1999 സ്വർണം പൂശിയെങ്കിൽ 2019 വീണ്ടും സ്വർണത്തിന് മേൽ സ്വർണം പൂശുന്നത് എന്തിനാ? അതാണ് കോടതി ചോദിക്കുന്നത്. അല്ല, ഞാൻ അതിലേക്ക് തന്നെയാണ് കാശ്മീർ തന്നെ. അപ്പോൾ എനിക്കിപ്പോ മനസ്സിലായിടത്തോളം നിലവിൽ കോടതിയുടെ നിരീക്ഷണവും നമ്മുടെ വാർത്തകൾ വരുന്നതും നമുക്കിടെ മുമ്പിലുള്ള സംശയങ്ങളും ഇതെല്ലാം ഒരു കാര്യം മനസ്സിലാകുന്നത്, അനിൽകുമാറെ, പറ്റുമെങ്കിൽ പിണറായി വിജയന്റെ പാർട്ടിക്കും ഈ സർക്കാരിനും ആഗോള അയ്യപ്പ സംഗമം പോലെ ശബരിമലയിലെ സ്വർണം കടത്തിയവരുടെ ഒരു സംഗമം കൂടി നടത്താവുന്നതാണ്. അപ്പോഴെങ്കിലും കണ്ടെത്താൻ പറ്റുമല്ലോ ഈ കാണാതെ പോയ സ്വർണം ആരിൽ നിന്നാണ് കണ്ടെത്തേണ്ടതെന്നുള്ള ഒരു ചർച്ചയും അതിന്റെ ഒരു കമ്മിറ്റിയും കൂടി എടുക്കുന്നല്ല. അപ്പൊ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരാന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകും. ഞാൻ ചോദിക്കുന്നത് 99 സ്വർണ്ണപാളികൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിന് സ്വർണം പൂശാൻ കൊണ്ടുപോയി എന്നാണ് ചോദിക്കുന്നത്. അനിൽകുമാറിന്റെ ചോദ്യം കറക്റ്റാ. അപ്പോൾ നിങ്ങൾ പറയുന്നത് അതിൽ കേടുപാടുകൾ വന്നു, കേടുപാടുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. 40 വർഷത്തെ വാറന്റിയോടുകൂടി ചെയ്തു കൊടുത്തൊരു കാര്യത്തിൽ ഈ കേടുപാടുകൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ മാറ്റുന്നത്. ഇതെല്ലാ വാദവും ഞാൻ അംഗീകരിക്കാം, എല്ലാ വാദവും. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾക്ക് എവിടെന്നാ കിട്ടിയേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും തമ്മിൽ എന്താ ബന്ധം? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ സ്വർണം ഇളക്കി കൊടുത്തു വിടാനായിട്ട്, ഇത് മെയിന്റനൻസ് നടത്താൻ വേണ്ടി കൊടുത്തുവിടാൻ ഏത് റൂള് പ്രകാരമാണ് കൊണ്ടുപോയത്? ട്രാവൻകൂർ ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരവും ദേവസ്വം സബ് ഗ്രൂപ്പിന്റെ മാനുവൽ പ്രകാരവും ഈ ശബരിമലയിലെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലിരിക്കുന്ന ഏത് വസ്തുക്കളുടെ മെയിന്റനൻസ് അതിന്റെ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കോമ്പൗണ്ടിൽ തന്നെ വെച്ച് ചെയ്യണമെന്നാണല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏത് റൂള് പ്രകാരമാണ് ഈ സ്വർണ്ണപാളികൾ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളൊക്കെ നന്നാക്കാൻ വേണ്ടി കൊടുത്തുവിട്ടു എന്ന് പറയുന്നത്? അത് ഏത് റൂള് പ്രകാരമാണ്? ആരുടെ അറിവോടുകൂടിയാണ്? ആരുടെ ഉത്തരവാദിത്വത്തിലാണ്? ഈ കാണാതെ പോയ സ്വർണത്തിന് ആര് ഉത്തരവാദിത്തം പറയും? അത് നിങ്ങൾ പറയണ്ടേ? ഇപ്പൊ നിങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു ബന്ധമില്ലെങ്കിൽ കഴിഞ്ഞ 6 വർഷക്കാലം ഈ സ്വർണത്തിലെ മിസ്മാച്ച് നിങ്ങൾ എന്തുകൊണ്ട് അറിയാതിരുന്നു? അതോ നിങ്ങൾ അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നാണോ? അപ്പൊ ഇത് അറിയാതിരിക്കുന്ന ആളുകളാണ്, ഇത് അറിയാൻ യാതൊരു സംവിധാനവും ഇല്ലാത്ത ആളുകളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തും ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് ചേർന്നവരല്ല. അത് തന്നെ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അമ്പല കമ്മിറ്റി ഏൽപ്പിക്കുന്നത് വിശ്വാസികളുടെ കയ്യിലല്ല എങ്കിൽ വലിയ പ്രശ്നമാണ്. വിശ്വാസികളല്ലാത്തവർ അമ്പലങ്ങളിൽ ചേക്കേറുമ്പോഴുള്ള പ്രശ്നമാണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് അവിടെ സ്വർണത്തിന്റെ അളവിൽ മിസ്മാച്ച് ഉണ്ടായത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിട്ടും അത് മിണ്ടാതിരുന്നെങ്കിൽ, അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്താതിരുന്നെങ്കിൽ, അത് എന്തുകൊണ്ട്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ആരുടെ ബിനാമിയാണ്? അപ്പൊ ഇതെല്ലാം പുറത്തു വരണം. അത് പുറത്തു വരണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ഗൂഢാലോചനയുണ്ടെന്നാണ് അനിൽകുമാർ ഇന്നലെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടത്. എന്താ ഗൂഢാലോചന? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് നിങ്ങൾക്കൊരു സംശയമുണ്ടോ? എങ്കിൽ ആ സംശയത്തിൽ നിങ്ങൾ ആരെയൊക്കെ നിർത്തുന്നു? ആ സംശയം അന്വേഷിക്കപ്പെടണ്ടേ? ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉത്തരവാദിത്തത്തിലാണ് സ്വർണം കാണാതായെങ്കിൽ അയാളെ പ്രതിയേർത്ത് കേസെടുക്കാത്ത എന്താ? ശബരിമല ശാസ്താവിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള കാണിക്കയായി കൊടുത്തിട്ടുള്ള സ്വർണത്തിൽ 4 കിലോയിലധികം തൂക്കത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമാണ് നിങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതെങ്കിൽ ഈ സംശയിക്കപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശാസ്താവിന്റെ സ്വർണം കട്ട കേസിൽ നിങ്ങൾ എന്താ പ്രതി ചേർക്കാത്തത്?
അത് പറയണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരു ആളെ വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റാരെയോ സംരക്ഷിക്കാനുണ്ട്. അപ്പൊ ഇതെല്ലാം അന്വേഷിക്കപ്പെടണം. ഞങ്ങളുടെ പോയിന്റ് അതാണ്. നിങ്ങൾ 6 കൊല്ലക്കാലം കാണാതിരുന്നു അല്ലെങ്കിൽ കണ്ടിട്ട് മിണ്ടാതിരുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാ? ഇത് കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല. ഇപ്പൊ അനിൽകുമാർ പറഞ്ഞത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു പോറ്റിയും വരണ്ട, അതുകൊണ്ടാണ് ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി സ്പോൺസർമാരെ വിളിക്കുന്നതെന്ന്. നിങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന ഒരു പോറ്റി ഇത്തരം ചെയ്തെങ്കിൽ നിങ്ങൾ ഒരുപാട് പോറ്റിമാരെ ഒന്നിച്ചു കൊണ്ടുവന്നാൽ ആ ശബരിമല ശാസ്താവിനെ തന്നെ നിങ്ങൾ തൂക്കി വിൽക്കില്ല എന്ന് എന്തുറപ്പാവുള്ളത്? അനിൽകുമാറിന് പറയാൻ പറ്റുമോ? ഈ ദേവസ്വം ബോർഡ് പറയാൻ പറ്റുമോ? ഈ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് പറയാൻ പറ്റുമോ? പിണറായി വിജയൻ സർക്കാരിന് പറയാൻ പറ്റുമോ? ഉത്തരവാദിത്തം ആർക്കാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമാണ് ഉത്തരവാദിത്തം. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെന്ന് നമുക്ക് പൊതുവിൽ പറയണ്ട, പോട്ടെ. ശ്രീ വി പി ശ്രീ ഒന്ന് ഇവിടെ അമ്പലം വിഴുങ്ങികൾ എന്ന് ഞാൻ പറഞ്ഞ സത്യമായിട്ട് ഞാൻ ഏതെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ സംവിധാനങ്ങളെയോ അല്ലെങ്കിൽ ഭരണ സംവിധാനം ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ കോടതിയുടെ ആശങ്കയോട് ചേർന്നാണ് ആ വാക്ക് ഉപയോഗിച്ചത്. ആ വാക്ക് ഉപയോഗിച്ചതിൽ തെറ്റൊന്നും ഞാൻ ഇപ്പോൾ കാണുന്നത്. ഞാൻ എന്താണ് കാരണം എന്ന് പറയാം. അതായത് കോടതി പറയുകയാണ്, വി ആർ ഷോക്ക് ടു നോട്ട് ദാറ്റ് ദ മഹസർ ഓഫ് 29/8/2009 റെക്കോർഡ്സ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ സെഡ് ഐറ്റംസ് ആസ് മിയർലി 38. There is a glaring and unexplained reduction of 4.541 kilogram from the weight recorded Sannidhanam. The only component susceptible to such a diminution is the gold cladding itself. എന്ന് പറഞ്ഞാൽ എന്താണ് കോടതി സംശയിക്കുന്നത്? ഈ പറയുന്ന 4 കിലോയുടെ കുറവ് ഗോൾഡ് ക്ലാഡിംഗ് ഇറ്റ്സെൽഫ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഈ ചെമ്പ് പാളികളിൽ ചേർത്ത് വെച്ചിരുന്ന സ്വർണം പാളികൾ തന്നെയാണെന്നാണ് കോടതിയുടെ സംശയം. 40 ദിവസങ്ങൾ ഈ പറയുന്ന പോറ്റിയുടെ വീട്ടിൽ പോയിരുന്നു. ആരും നോക്കിയില്ല. പോറ്റി ഈ പറയുന്ന എന്താണ് ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി. ആരും കൂടെ പോയില്ല. ഇതൊക്കെ പോറ്റിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. ഞാൻ ആ ഉത്തരവിലെ 10ാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. The unexplained reduction in the weight of the gold-cladded copper plates, the casual and unsafeguarded entrustment of these valuable articles to the additional 7th respondent, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി, the protracted and unjustified delay in their production before the 8th respondent, and the deliberate, ഇതാണ് ഏറ്റവും അപകടം, the deliberate misdescription of the gold-cladded plates as mere copper plates in the Mahasars of 19/7/2019 and 27/2019 together reveal a disturbing pattern of callous negligence and probable wrongdoing. താങ്കൾ പറഞ്ഞത് 101% ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കോടതി പറഞ്ഞിരിക്കുന്നു മഹസറിൽ ചെമ്പ് പാളികൾ, ചെമ്പ് പലകകൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ പറഞ്ഞു പൂശിയതാണ്, അത് സ്വർണം കൊണ്ട് പൊതിഞ്ഞതല്ല. ആയിക്കോട്ടെ, മഹസറില് 19/7/2019 20/7/2019 മഹസറിൽ ചെമ്പ് പലകകൾ അല്ലെങ്കിൽ ചെമ്പ് പാളികൾ, അതായത് കോപ്പർ പ്ലേറ്റ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എത്ര വലിയ കളി നടന്നിട്ടുണ്ട്. സ്വർണം പൂശിയതിനെ പോലും ചെമ്പാക്കാൻ പാടില്ല. മഹസറിൽ സ്വർണം പൂശിയ ചെമ്പ് പാളി എന്ന് തന്നെ എഴുതണം. ഇവിടെ സ്വർണം പൊതിഞ്ഞതാണ്, സ്വർണം കൊണ്ട് പൊതിഞ്ഞതാണ്, എന്നിട്ടും ചെമ്പ് എന്ന് എഴുതി. അതിനർത്ഥം എന്താണ്? അത് പുറത്തേക്ക് പോകുന്നത് ചെമ്പായിട്ടാണ്. അത് തിരിച്ചു വരുന്നതോ എങ്ങനെ വേണേൽ തിരിച്ചു വരാം, പൂശിയിട്ട് വേണേൽ വരാം. അപ്പോ ഇത് വളരെ ബോധപൂർവമായി നടന്നൊരു ഗൂഢാലോചനയാണ്. 2019 നടന്ന ഈ ഗൂഢാലോചന, ഈ കൃത്രിമം ആരും അറിഞ്ഞിട്ടില്ല. ഇനി പോട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഇത് പുറത്തു വരുന്നത് എപ്പോഴാ? 2025 വീണ്ടും ഇതുപോലെ കൊടുക്കുമ്പോൾ ഒരു വ്യക്തി കോടതിയിൽ പോയപ്പോഴല്ലേ, പരാതിയായി പോയപ്പോഴല്ലേ ഇത് പുറത്തു വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, വളരെ ലളിതമായൊരു ചോദ്യം. ഒരു അമ്പലത്തിലെ ഒരു വസ്തു, ഒരു ഉരുപ്പിടിക്ക് കേടുപാട് സംഭവിച്ചാൽ ഒരു ഭക്തൻ മുന്നോട്ട് വന്നിട്ട്, ഇനി അത് ആരോ ആയിക്കോട്ടെ, ഇതിവിടെ കൊണ്ടുവന്ന് വഴിപാടായി സമർപ്പിച്ച വിജയ് മല്ലയ്യ ഇനി തിരിച്ചു വന്നിട്ട് അങ്ങോരായിക്കോട്ടെ, ഇത് റിപ്പയർ ചെയ്ത് തരാം, ഇത് നന്നാക്കി തരാം എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞ് അങ്ങോരെ കൈ കൊടുക്കുകയാണോ? ഇത് പൊതിഞ്ഞ് അങ്ങോരെ കൈ കൊടുക്കുകയാണോ? ഇത് ദേവസ്വം ബോർഡ് പറയുന്നതാണ്, ഞങ്ങൾ റിപ്പയർ ചെയ്തോളാം, അതിൻ്റെ പൈസ നിങ്ങൾ വഴിപാടായി തന്നോളൂ. ആ പൈസ വാങ്ങിച്ചിട്ട് ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന് മദ്രാസിലേക്ക് പോകേണ്ട വണ്ടി ചെലവും വട്ടച്ചെലവും വരെ എടുത്തോട്ടെ. അതൊക്കെ സ്വാഭാവികമാണ്, ഒരാളെ അങ്ങോട്ട് പറഞ്ഞേക്കേണ്ടി വരും. അപ്പൊ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ ഇത് ആ ഭക്തന്റെ ചെലവിൽ ഇത് ഈ സാധനങ്ങളുമായി, ഈ വിലപിടിപ്പുള്ള സാധനമായതുകൊണ്ട് സെക്യൂരിറ്റി എസ്കോർട്ടോട് കൂടി ഇത് എവിടെയാണെങ്കിൽ കൊണ്ടുപോയി അത് റിപ്പയർ ചെയ്യേണ്ടതാണെങ്കിൽ റിപ്പയർ ചെയ്ത് ഇത് തിരിച്ചു കൊണ്ടുവരണം. ഇത് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ സമർപ്പിക്കണം. അതിന് വേണ്ട ചെലവിൻ്റെ പൈസ ബില്ലാക്കി ആ ഭക്തനോട് വാങ്ങാം. അതല്ലേ സാമാന്യ ബുദ്ധി. ഇനി ഒരു പീഠം കാണുന്നില്ല എന്ന് പറഞ്ഞു, പീഠം കാണാത്ത പീഠം വന്നല്ലോ, ഈ പീഠമാണ് ആ പീഠം എന്ന് എന്ത് ഉറപ്പ്?
കോടതി തന്നെ ചോദിക്കുന്നുണ്ട് ഈ പറഞ്ഞ വിധിയിൽ ഇത് അത് തന്നെയാണെന്ന് എന്താണ് ഉറപ്പ് എന്ന്. അതുപോലെ ഈ പീഠം, ഈ കാണാതായ പീഠം ബഹളമായപ്പോൾ പെട്ടെന്ന് എങ്ങനെ പൊന്തി വന്നു? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതാരാ? ഇയാൾക്ക് ഇത് എടുത്തു കൊടുക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ അധികാരം എന്താ? അങ്ങനെ കൊടുക്കാൻ പാടില്ലോ. നാളിതുവരെ കേരളത്തിൽ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒരു അമ്പലത്തിലെ ഒരു ഉരുപ്പിടിക്ക് അല്ലെങ്കിൽ ഒരു തിരുവാഭരണത്തിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംവിധാനത്തിന് തകരാറ് സംഭവിച്ചാൽ ഞാൻ റിപ്പയർ ചെയ്തു തരാം എന്നൊരു ഭക്തൻ വഴിപാടായി പറഞ്ഞാൽ അതിന്റെ ചെലവിന്റെ പൈസ വാങ്ങി ആ അമ്പലം ചെയ്യേണ്ടതല്ലേ, ദേവസ്വം ചെയ്യേണ്ടതല്ലേ? എത്ര ഉദ്യോഗസ്ഥന്മാർ, എത്ര കാര്യക്കാർ, എത്രയൊക്കെ ശമ്പളം വാങ്ങുന്ന ആൾക്കാർ. ഒരു ദേവസ്വം മന്ത്രി അവിടെ പോയാൽ കൈയൊന്ന് ഇങ്ങനെ തൊഴാൻ മനസ്സില്ലാത്ത ഇങ്ങനെ നിൽക്കുന്ന മന്ത്രി, ഇങ്ങനെ എത്ര ആൾക്കാർ. നിങ്ങൾക്ക് ഇതിനൊന്നും സംവിധാനമില്ല. ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്റെ കൈവശം പോലീസ് എസ്കോർട്ടോടുകൂടി ഇത് റിപ്പയർ ചെയ്യുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ച് അവിടെ കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സംവിധാനമില്ല. അതിന് വേണ്ട പൈസ ചോദിച്ച് അവിടുന്ന് ടെൻഡർ വിളിച്ചിട്ട് അത് മുൻകൂട്ടി വാങ്ങിക്കൂടെ? അത് കൊടുക്കാൻ ഭക്തൻ തയ്യാറാവൂലേ? അങ്ങനത്തെ ഒരു ഭക്തനാണെങ്കിൽ അത് മുൻകൂട്ടി തന്നെ കൊടുക്കാൻ തയ്യാറാവും. അപ്പോ ഇതൊക്കെ വലിയ കളിയാണ്. ശരിയാ, കോടതി അതിൽ ദുരൂഹം സംശയിക്കുന്ന ഒരു കാരണം എന്താണ്? ശബരിമല എന്ന് പറയുന്നത് ഭക്തർക്ക് അവിടുത്തെ ഓരോ തുരുമ്പും ഓരോ മണ്ണും അവർ അത്രത്തോളം ആദരവോടുകൂടി അത്രത്തോളം വിലമതിക്കുന്നതാണ്. പ്രത്യേകിച്ച് മൂർത്തിക്ക് ഇരുവശമുള്ള ദ്വാരപാലക ശില്പങ്ങൾ അങ്ങേറ്റം വിലമതിക്കുന്നതാണ്. അതിൻ്റെ ദ്വാരപാലക ശില്പങ്ങളുടെ ഈ പാളി ഇളക്കി ഒരാളെ കൊണ്ടുപോവുക, ഇളക്കി ഒരാളങ്ങ് അയാളുടെ തോന്നിവാസം കൊണ്ടുപോവാണ്. അയാളുടെ വീട്ടിൽ 40 ദിവസം വെക്കുകയാണ്. 40 ദിവസം എന്ത് ചെയ്യുന്ന അറിയില്ല. അത് കഴിഞ്ഞ് പോകുമ്പോൾ 4 കിലോ കുറവാണ്. 4 കിലോ തിരിച്ചു വരുമ്പോഴത്തേക്കും അത് മഹസറിൽ രേഖപ്പെടുത്തുന്നില്ല. മഹസറിൽ രേഖപ്പെടുത്താതെ വീണ്ടും സന്നിധാനത്ത് ഫിക്സ് ചെയ്യുകയാണ്. കോടതി കണ്ടെത്തുമ്പോൾ മാത്രം നമ്മളിതൊക്കെ അറിയുന്നു. ദുരൂഹമുണ്ട് കേട്ടോ. ശ്രീ മഹേഷ് പണിക്കർ, അദ്ദേഹം തട്ടാവള കുടുംബാംഗമാണ്. തട്ടാവള കുടുംബാംഗം എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ വിഗ്രഹ നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രങ്ങളിലെ വിഗ്രഹ നിർമ്മാണങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ 2019 ശബരിമലയിൽ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. ആ സമയത്തുള്ള കുടുംബാംഗമാണ് ശ്രീ മഹേഷ് പണിക്കർ. ഇവിടെ ഈ 40 ദിവസം എന്തിനാണ് ഇയാൾ ഈ പറയുന്ന പോറ്റി ഇത് ഇളക്കിക്കൊണ്ട് പോകുന്നുണ്ട്? ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് കൊണ്ടുപോകുന്നത്. ഇളക്കൊണ്ട് പോയി ഇത് എന്തിനാണ് ഇയാളുടെ വീട്ടിൽ 40 ദിവസം സൂക്ഷിക്കേണ്ട കാര്യം എന്താണ്? ഇല്ല, അതിനകത്ത് മൊത്തത്തിലൊരു ക്ലാരിറ്റി കുറവുണ്ട്. ഞാനപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്വർണം പൂശുന്നത് 3 രീതിയിലാണ്. അതായത് ഒന്ന്, നമ്മൾ ഗോൾഡ് ഫോയിലിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അത് 20 മൈക്രോൺ കനത്തിലുള്ള തങ്കത്തിൻ്റെ തകിട്, ഏകദേശം 10 സെൻറ്റിമീറ്റർ കനമുള്ള തകിട്, ഒരു 9 ഷീറ്റ് വരുമ്പോഴാണ് ഒരു സ്ക്വയർ ഫീറ്റ് വരുന്നത്. അപ്പം ഏകദേശം 3 ഗ്രാമിൽ താഴെ അതിൻ്റെ ക്വാണ്ടിറ്റി വരത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ 3-4 ലെയറാണ് ഇതിനകത്ത് പിടിപ്പിക്കുന്നത്. അതൊരു ഗോൾഡ് ഫോയിലിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ്. വിജയമല്ലി അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ മെത്തേഡിലാണ് ഇതിൻ്റെ മേൽക്കൂര, ഈ ധാരപാല ശില്പങ്ങൾ, ഈ വശങ്ങളിലെ ഭിത്തിയുടെയൊക്കെ വശങ്ങളിലത്തെ രൂപങ്ങളെല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ ഏകദേശം 3 ടൺ കോപ്പറിലാണ് ഈ 30 കിലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 ടൺ കോപ്പറാണ് ഇതിൻ്റെ ശ്രീകോവിലിൻ്റെ മേൽക്കൂര, ഈ വശങ്ങളിലെ ഇതെല്ലാം കൂടെ 3 ടൺ കോപ്പർ, അതായത് 3000 കിലോ കോപ്പറിനാണ് 30 കിലോ തങ്കം ഉപയോഗിച്ചിരിക്കുന്നത്. ആ മെത്തേഡിലാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് ഗോൾഡ് പ്ലേറ്റിംഗ് ആണ്. ഈ പ്ലേറ്റിംഗ് എന്ന് വെച്ചാൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സയനൈഡ് ലായനിയിൽ ഈ ആനോടും കാതോടും വെച്ചിട്ട് വൈദ്യുതി കടത്തിവിടുന്ന ഒരു മെത്തേഡാണ്. ആ മെത്തേഡ് എന്ന് വെച്ചാൽ 1 ഗ്രാം മതി ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്യാനായിട്ട്. വളരെ തികഞ്ഞ ഇതുള്ള. അതും കൂടാണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ടെക്നോളജിയിൽ ഈ കറണ്ട് കടത്തിവിടുന്ന പരിപാടിയില്ല, ഒരു ലിക്വിഡ് മുക്കിയെടുക്കുന്ന പരിപാടിയാണ്. ഒരു കെമിക്കൽ പോലത്തെ സംഭവമാണ്. ഒക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതിന് മെറ്റൽ തന്നെ വേണമെന്നില്ല. ഒരു നേരിയ പാളി, സ്വർണ്ണത്തിന്റെ കളർ ഉണ്ടെന്നേ ഉള്ളൂ. സ്വർണ്ണത്തിന്റെ അംശം വളരെ കുറവാണ്. അതെ, അതിൻ്റെ പുറത്തൊരു ലാക്കർ കോട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ ശബരിമല തന്നെ മറ്റു പലയിടത്തും കാണുന്ന ആ ഗേറ്റ് പുറത്തെ ആ ചുറ്റമ്പലത്തിനകത്തൊക്കെ ഇരിക്കുന്നത്, മാളികപ്പുറത്തിൻ്റെ അവിടെ ഇരിക്കുന്നതൊന്നും ഈ പൂശലല്ല. അത് മെയിൻ ഈ ഗോൾഡ് പ്ലേറ്റിംഗ് തന്നെ അല്ല, ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് അല്ലത്. അത് ഈ പറഞ്ഞ ഈ കളറിംഗ് ആണ്, ഗോൾഡ് കളറിംഗ്. സ്വർണ്ണാഭരണങ്ങളൊക്കെ ഈ 916 ചെയ്തിട്ട് തങ്കത്തിന്റെ കളർ എടുക്കാൻ ഈ കളർ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ജസ്റ്റ് അതിൻ്റെ ഒരു കളർ കോട്ടിങ്ങേ വരുന്നുള്ളൂ. അത് ആക്ച്വലി സ്വർണ്ണത്തിന്റെ ആ ഒരു ക്വാണ്ടിറ്റി വരുന്നില്ല. അത് അപ്പോൾ 3 മെത്തേഡാണുള്ളത്. ഇതിലെ 3ാമത്തെ മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ തൂക്കത്തിൻ്റെ വ്യത്യാസം ഒരിക്കലും വരേണ്ട കാര്യമല്ല. ഈ 42.8 കിലോ വെയിറ്റുള്ള ഈ പാളി ഇതിൽ നിന്ന് ഇളക്കിയിട്ട് ഈ പാളിയിൽ 1 രൂപ മാറ്റം വരുത്തണ്ട, അല്ലെങ്കിൽ അടിച്ച് വരുത്തണ്ടോ അല്ലെങ്കിൽ വലിച്ചു നീട്ടണ്ടോ, അങ്ങനത്തെ ഒരു കാര്യമല്ല. ഇത് ചെല്ലുക, അവിടെ ഒരു വെള്ളത്തിലോട്ട് മുക്കുക, 1 മണിക്കൂർ അവിടെ ഇടുക, പൊക്കിയെടുക്കുക, തുടയ്ക്കുക, തിരിച്ചു കൊണ്ടുവരിക. മീൻസ് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ പരിപാടിയുള്ളൂ. ഇത് ഇവിടെ വെച്ച് ചെയ്യേണ്ടതാണ്. ഇവിടെ വെച്ച് ചെയ്തിട്ടുമുണ്ട് പഴയ കാലങ്ങളിൽ. അപ്പം അത് ആ ഒരു ഇവിടെ പിന്നെ കാടാണ്, കാട്ടിലിങ്ങനത്തെ എന്താ പറഞ്ഞാൽ സയനൈഡ് പോലത്തെ വിഷവസ്തുക്കൾ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് കേട്ടിട്ടുള്ളത്. അപ്പം അതൊരു അങ്ങനെയാണെങ്കിൽ പമ്പയെ വെച്ചിട്ടോ അല്ലെങ്കിൽ ആറന്മുളയെ വെച്ചിട്ടോ ഒക്കെ പത്തനംതിട്ടയിലൊക്കെ വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് അവിടെ പോയി മദ്രാസ് പോലത്തെ ഒരു സ്ഥലത്ത്, ഒരു പ്രത്യേക സ്ഥലത്ത് ചെയ്യേണ്ട ഒരു ടെക്നിക്കൽ ബിഹൈൻഡ് ഇതിനകത്ത് ഇല്ല.
വളരെ സിമ്പിളായിട്ട് ശബരിമല ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെ ചെയ്യാവുന്ന സാങ്കേതികത്വമേ ഉള്ളൂ ഇത്. ഈ സാങ്കേതികത്വം സത്യം പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് അറിയില്ല. ഈ 40 ദിവസം എന്തിനാണ് ഇയാൾ ഈ കൈവെക്കുന്നത് എന്തിനാണ്? കാര്യം ഇങ്ങനെ 40 ദിവസം കൈവെക്കേണ്ട കാര്യമില്ല. ഒരിക്കലും ആവശ്യം അത് പുതിയൊരു മോൾഡ് ഉണ്ടാക്കാനാ അവർക്ക്. ഈ അല്ല 40 വർഷം കൈവെക്കേണ്ട കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനത്തിന്റെ ഭാഗങ്ങളല്ലേ കൊണ്ടുവന്നത്. ഇത് വെച്ചിട്ട് ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരു കോപ്പി ഉണ്ടാക്കണമെങ്കിൽ മേ ബി 40 ദിവസമൊക്കെ വേണ്ടി വരാം. അപ്പോൾ ഈ കൊണ്ടുപോയ സാധനമല്ല തിരിച്ചു വന്നിരിക്കുന്നത് എന്നുള്ള വളരെ സ്പഷ്ടമാണ്. കൊണ്ടുപോയപ്പോൾ എവിടെ ഉണ്ടാവും? അത് പല അവർ മറ്റേ ഇതിനകത്ത് പല പല ഇതുള്ളൂ. ഇതിൻ്റെ ഈ എന്ന് പറഞ്ഞ ഇതിന് വിശ്വാസ തട്ടിപ്പാണല്ലോ ഇതിനകത്ത് മെയിനായിട്ട്. ഇത് വെച്ചിട്ട് പല ഭക്തജനങ്ങളെയും ഇത് വെച്ചിട്ട് അവർക്ക് മറ്റു പൂജകൾ നടത്താൻ, നെഗറ്റീവ് എനർജി മാറ്റാം. ഇതൊരു അയ്യപ്പൻ്റെ ഗാർഡുകളാണല്ലോ, ഭക്തരുടെ ഗാർഡ് അല്ലേ. ഇപ്പോൾ ഈ ഗാർഡിയൻ ഇതിനകത്ത് ഇത്ര വർഷം ഇവിടെ ഇരുന്ന് 20 കൊല്ലം ഇവിടെ ഇരുന്നതാണ്. അതുകൊണ്ടത് മറ്റെന്തെങ്കിലും അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് കാണാമെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം സമാനമായൊരു തട്ടിപ്പ് രണ്ടാമതും നടത്താൻ ശ്രമിച്ചതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ശ്രമവും കാണേണ്ടത്. താങ്കൾ സംശയിക്കുന്നത് 2019 സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളുടെ പാളിയല്ല തിരികെ വന്നത്, അങ്ങനെയാണോ? ഉറപ്പായിട്ടും അതല്ല തിരികെ വന്നത്. അതെ, ഉറപ്പായിട്ടും അതല്ല തിരികെ വന്നത്. അതാണെങ്കിൽ ഇതിൻ്റെ ഈ സൂട്ടാകുന്ന ഈ ജോയിൻ ആകുന്ന രണ്ടാമത് കൊണ്ടുവന്ന് ചേർന്നില്ലല്ലോ. ഇവർ ആദ്യം കൊണ്ടുവന്നിട്ട് രണ്ടാമത് കൊണ്ടുവന്ന സാധനം ചേർന്നിട്ടില്ലല്ലോ. അപ്പം അത് അതിൻ്റെ ഒരു കോപ്പിയാണ്, ആ ഒറിജിനൽ സാധനമല്ല വന്നത്. ഈ വെയിറ്റ് വ്യത്യാസം വരാൻ ഒരു തരത്തിലും ഇതിൻ്റെ ഈ പണിയുടെ വശങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരാളിനെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരു തരത്തിൽ ഈ വെയിറ്റ് കുറയേണ്ട ആവശ്യമില്ല. സാധ്യതയുള്ളൂ. ഞാൻ സംശയിച്ചോട്ടെ, അതായത് 10 ഗ്രാമൊക്കെ ഇവർ സ്വർണ്ണം. അല്ല ഞാൻ സംശയിച്ചു, അതായത് ഇപ്പോൾ കോടതി പറയുന്നത് ദ ഓൺലി കമ്പോണന്റ് സസെപ്റ്റബിൾ ടു സച്ച് ഡിമോണിഷൻ ഈസ് ദ ഗോൾഡ് ക്ലാഡിംഗ് ഇറ്റ്സെൽഫ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. തെറ്റാണ്, തിരുത്തണം. അതായത് നമ്മുടെ ഒരു ചെമ്പ് പാളി അതിനകത്തേക്ക് സ്വർണ്ണപ്പാളി ചേർത്ത് വെക്കാനാണല്ലോ മല്യ ചെയ്തത്. ഈ ചേർത്ത് വെച്ച പാളി ഇളക്കിയെടുത്താണെങ്കിലോ അതാണല്ലോ 4 കിലോ കുറവെങ്കിലോ? അതെ, അതൊരു അല്ല അത് അത്ര വരില്ല. 4 കിലോ ഇതിനകത്ത് വരില്ല, ഒരിക്കലും വരില്ല. കാര്യം 3000 കിലോയിലാണ് ഇതിനകത്ത്. ഞാൻ അതിൻ്റെ കണക്ക് പറയാം. അതായത് നമ്മൾ 10 സെൻറ്റിമീറ്റർ സ്ക്വയറുള്ള 20 മൈക്രോണിൻ്റെ ഒരു ഗോൾഡ് ഷീറ്റിന് 300 മില്ലിഗ്രാം ഗോൾഡേ എടുക്കാൻ പറ്റും. സയൻറ്റിഫിക്കാണ്, അത് എവിടെ വേണമെങ്കിലും ഇതിന് ചെയ്യാവുന്നത്. നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ ഈ കൊടിമരമൊക്കെ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ദേവസ്വം ബോർഡ് തന്നെ എസ്റ്റിമേറ്റ് ഇടുന്ന കണക്കും ഇത് തന്നെയാണ്. അതായത് 10 സെൻറ്റിമീറ്റർ സ്ക്വയറുള്ള 4 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഇതിലേക്ക് ഗോൾഡിനെ നമ്മൾ ഒട്ടകത്തോലിനകത്ത് വെച്ച് വലിച്ച് പരത്തിയെടുക്കുമ്പോഴത്തേക്ക് 20 മൈക്രോൺ കനം അതിനെത്തുമ്പോഴത്തേക്ക് അത് 300 മില്ലിഗ്രാമിൽ താഴെ വരത്തുള്ളൂ. അങ്ങനത്തെ 9 ഷീറ്റ് വേണം ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്യാനായിട്ട്. കാര്യം 10 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണല്ലോ ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പം 9 ഷീറ്റ് വേണം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്യാനായിട്ട് 3 ഗ്രാമിൽ താഴെ മതി ഒരു ലെയറിന്. ഇവരിപ്പോൾ 5 ലെയർ ചെയ്തെന്ന് പറഞ്ഞാൽ 15 ഗ്രാം മതി. ഇപ്പം ഈ ഒരു ദ്വാരപാലക 2 ശില്പം കൂടെ നമുക്ക് 5 5 10 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് 150 ഗ്രാം തങ്കമേ ഉള്ളൂ. അപ്പോൾ തങ്കത്തിൻ്റെ വിഷയമേ അല്ലത്. 3000 കിലോ കോപ്പറിനകത്താണ് ഈ 30 കിലോ പിടിപ്പിച്ചിരിക്കുന്നത്. 4 കിലോ എങ്ങനെ നഷ്ടപ്പെടും? ഇത് വേറെയാണ്. അതല്ല വേറൊരു തകടിയാണ് ഇവർ ഉണ്ടാക്കിയത്. അത് തന്നെയാണ് അതിനകത്തെ കാര്യം. അത് തന്നെ തൂക്കിയാലല്ലേ 4 കിലോയുടെ നഷ്ടം. ഇത് വേറെയാണ്, അതല്ല ഇത്. ഞാൻ പറയുന്നത് അതല്ല ഇത്. വേറൊരു തകടിയിൽ അവർ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി. അപ്പോൾ അതിന്റെ ഗേജൊക്കെ വ്യത്യാസം വരും അന്നത്തെ കാലത്തേക്ക്. ഇടപെടലേക്ക് പോകണം. എന്തായാലും താങ്കൾ പറയുന്നത് അല്ലേ, അത് തന്നെയാണ് എന്റെ വസ്തുത. 4 കിലോ തങ്കം ഒരിക്കലും താങ്കൾ പറയുന്നതാണ് വസ്തുതെങ്കിൽ എന്തായാലും ഈ ഒരു 2 ദ്വാരപാലക ശില്പത്തിൽ വരത്തില്ല. ഞാൻ പറഞ്ഞു താങ്കൾ പറയുന്നതാണ് സത്യമെങ്കിൽ 4 കിലോ സ്വർണം പോകുന്നതിനേക്കാൾ ഗുരുതരമാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഇളക്കിക്കൊണ്ട് പോയ സാധനം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തിരിച്ചുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് വെക്കുക. ഗുരുതരമാണ്, ഇത് മാറ്റിയിരിക്കുകയാണ്. ഇത് അതെന്തൊരു ഭീകരമാണ്. ഈ ഒരു വസ്തു ഇതിന്റെ ഒരു ആന്റിക് വാല്യൂ ശബരിമല ശാസ്താവിന്റെ മുമ്പ് അത് ഭയങ്കര ഭീകരമാണ്. കാര്യം ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഈ മറ്റേ ഈ ഇങ്ങനത്തെ ചില പുഴുക്കുത്ത് പൂജാരിമാരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ മൊത്തത്തിൽ. കാര്യം ഇതിനകത്ത് അവർ ഇത് സത്യം പറഞ്ഞ ബോർഡോ ഒക്കെ ഇതിനകത്ത് നിസ്സായരാണ്. അവരൊന്നും അറിയുന്ന പോലും ഇല്ല, ഇതിനകത്ത് സാങ്കേതികത്വം അറിയുന്നില്ല. അവരോട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നാണയം എറിഞ്ഞാണ് വിഗ്രഹം ഡാമേജ് ആയത്. അങ്ങനെയാണെങ്കിൽ 99 മല്യ ചെയ്ത ബാക്കിയുള്ള എന്താ ഡാമേജ് ആകാത്ത? അവിടുത്തെ സ്വർണ്ണ നിറം എന്താ പോകാഞ്ഞേ? ഇവിടുത്തെ ദ്വാരപാലക ശില്പത്തെ സ്വർണ്ണം മാത്രം എന്താ ഇളകിപ്പോയെ കളർ പോയതെന്ന് പറഞ്ഞാൽ? ബാക്കിയെല്ലാം ഇപ്പോഴും നിൽക്കുമല്ലേ, ഇത്രയും കൊല്ലമായിട്ട് അത് നിൽക്കുകയല്ലേ. അതിനകത്ത് എവിടെയും ഡാമേജ് ഇല്ലല്ലോ. മറ്റ് ആന ചെയ്തതിനകത്തില്ല, മേൽക്കൂരയ്ക്കകത്തില്ല, അവിടെ എല്ലാം അതേ രീതിയിൽ തന്നെയല്ലേ നിൽക്കുന്നത്. ഇവിടെ മാത്രം എങ്ങനെ അലിഞ്ഞു പോകുന്നത് സോറി. അത് ആക്ച്വലി അവർ മനഃപൂർവ്വം ഇത് ജസ്റ്റ് ഇതിനകത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, അവർ ചെയ്തതാണ് മനഃപൂർവ്വം. അതിനകത്തെ എന്താ പറഞ്ഞ ഇദ്ദേഹത്തിനോടൊക്കെ തന്നെ നമ്മൾ ചോദിക്കേണ്ടി വരും. കാര്യം അത് അല്ലെങ്കിൽ ഇങ്ങനെ ദ്വാരപാലക ശില്പം മാത്രം കേടുവരുന്നേ, ബാക്കി എല്ലാത്തിനും കേടുവരണ്ടേ? ഈ പറഞ്ഞ 30 കിലോയിലെ ബാക്കി ഏരിയക്കകത്തെല്ലാം ആ കേടുവരണ്ടേ? അവിടെ മാത്രം കേടുവന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ? അപ്പോൾ അത് മാറ്റാൻ വേണ്ടി അതെടുത്തിട്ട് കാര്യം അതിന് പ്രത്യേക പവർ അവർ ആരോപിക്കുന്നുണ്ട്. കാര്യം ഇതൊരു ദ്വാരപാലക ശില്പമാണ്. അല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ വിശ്വാസികളുടെ വിശ്വാസമാണ്. അയ്യപ്പന്മാർ മാല ഇടുന്നതിന് മൂലം
അല്ല പണിക്കർ, ഇത് അത് വിശ്വാസികളുടെ വിശ്വാസമാണ്. വിശ്വാസികളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ശബരിമലയിലിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ വലിയ വില കൊടുക്കുന്നുണ്ടെന്നേ. ഇപ്പോൾ ദ്വാരപാലകർ എന്താണ് കുറച്ചാൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർ ലക്ഷങ്ങൾ കൊടുക്കാൻ തയ്യാറാവുന്നതിന്. കാര്യം ഞാൻ കേരളത്തിലെ ഭക്തരുടെ കാര്യമല്ലേ പറയുന്നത്, കേരളത്തിന് പുറത്തുള്ള ഭക്തർ അത്ര നിഷ്കളങ്കരായ ഭക്തരാണ്. ഞാൻ ക്ഷേത്രങ്ങൾ അല്ല ഞാൻ പറഞ്ഞു, അതെ, കേരളത്തിനകത്തും പുറത്തും ധാരാളം ക്ഷേത്രങ്ങൾ, ഈ അയ്യപ്പ ക്ഷേത്രം തന്നെ നിർമ്മിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. അവരെന്തുമാത്രം ദക്ഷിണ കൊടുക്കുന്ന, അവരെന്തുമാത്രം ഈ വക കാര്യങ്ങളിനകത്ത് അവർ മുടക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. കാര്യം ചൂഷണം ചെയ്യുന്ന വളരെയധികം ആ ഭക്തജനങ്ങളെയും ചൂഷണം ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ സംഗമമൊക്കെ വന്നിട്ട് ഇതിനൊക്കെ ഒരു ക്രോഡീകരണം വന്നു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ പരിപാടി, അതായത് ദേവസ്വം ബോർഡ് അറിയാതെ, ഉദ്യോഗസ്ഥരറിയാതെ, മരാമത്തിലെ ഓഫീസ് അറിയാതെ, ഗവൺമെൻറ് അറിയാതെ, കോടതി അറിയാതെ, അവിടുത്തെ എന്താ പറയുക പൂജാരിമാരുടെ കുറച്ച് അനുയായികൾക്ക് ഒരു സ്പോൺസറെ പിടിക്കുന്നു, അവരൊരു കാര്യം ചെയ്യുന്നു, ഇവരുടെ നിന്ന് കോടിക്കണക്കിന് രൂപ മേടിക്കുന്നു, പലരുടെ നിന്ന് ഒരേ സ്ഥാനത്തിന് തന്നെ ഈ ധാരാപാല ശില്പത്തിന് വേണ്ടി പലരുടെ നിന്നും പൈസ മേടിക്കുന്നു. എന്നിട്ട് എല്ലാവരോടും പറയും നിങ്ങളുടെ, അവർ തൊഴാൻ വരുമ്പോൾ മാത്രം അവരെ കാണിച്ചാൽ മതിയല്ലോ, ബാക്കി മറ്റേ ആൾ വരുമ്പോൾ അയാളെ ഇത് തന്നെ കാണിക്കുന്നത്. ഇങ്ങനെയാണ് തട്ടിപ്പ് നടക്കുന്നത്. ഈ അടുത്ത കാലത്താണ് എന്താണ് ഇപ്പോൾ ഒരു ഈറോഡ് സ്വദേശി EK സഹദേവൻ എന്നൊരാൾ വരുന്നുണ്ട്. ശ്രീകോവിലിന് പുറത്ത് വേറൊരു വിഗ്രഹം, പഞ്ചലോഹ വിഗ്രഹം വെക്കാമെന്ന് പറയുന്നു. ദേവസ്വം ബോർഡ് അനുവാദം കൊടുക്കുന്നു അതിന്. ഈ മഹാൻ അത് നോട്ടീസ് അടിക്കുന്നു, എന്നിട്ട് QR കോഡൊക്കെ വെച്ച് പിരിവ് തുടങ്ങി. കോടതി ഇടപെട്ടു എന്ന് പറഞ്ഞാൽ പച്ചക്ക് അയ്യപ്പനെ തൂക്കി വിൽക്കുക. നിർത്തിവെച്ചു. അതെ, അതായത് ഈ പൂജ സൈഡിലാണ് ഇതിൻ്റെ ഈ സംഭവങ്ങൾ നടക്കുന്നത്. മറ്റ് സംഭവങ്ങളിലൊക്കെ ഇപ്പം ഈ ടെൻഡറും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിനകത്ത് അത്ര വലിയ എസ്റ്റിമേറ്റ് ഉണ്ട്. ഒരു പണി ചെയ്യണമെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് ഉണ്ട്, അതിനൊരു ടെൻഡർ ഉണ്ട്, അത് സുതാര്യമാണ്. ആ ടെൻഡറിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു വിഷയങ്ങളും ഇല്ല. കാര്യം അതിനകത്ത് വരുവാണെങ്കിൽ തന്നെ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിനകത്ത് മൊത്തത്തിൽ മറ്റാരെ ഇടപെടുത്തിക്കുന്നില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ നവഗ്രഹ ക്ഷേത്രം ചെയ്തു. ഇപ്പം ശബരിമല ഒരു 50 കൊല്ലത്തിനിടയ്ക്ക് പുതിയൊരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന നവഗ്രഹ ക്ഷേത്രമാണ്. ഞാനാണ് കഴിഞ്ഞ ജൂലൈയിലാണ് അതിൻ്റെ പ്രതിഷ്ഠ നടന്നത്. ഇതേ ക്ഷേത്രത്തിന് തന്നെ ഇതേ കൂട്ടായ്മകൾ ഒരു ക്ഷേത്രം പണിയാമെന്നും പറഞ്ഞിട്ട് ഏകദേശം 50 ലക്ഷം രൂപയോളം പിരിച്ചിട്ടുണ്ട്, പലരുടെ കയ്യിൽ നിന്നും പിരിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നടന്നിട്ടില്ല. അവരുടെ ഈ പറഞ്ഞ അത് നടക്കാതെ പോയി. പിന്നെ അത് ഇതൊക്കെ ആയിട്ട് മാറിയിട്ട് പിന്നെ ദേവസ്വം ബോർഡ് ഡയറക്റ്റായിട്ടാണ് ആ ക്ഷേത്രം ചെയ്തത്. ഗുരുതരമായ ഈ പറഞ്ഞ പൂജാവിധികളുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുതരമായ പണപ്പിരിവുകളും ഗുരുതരമായ തട്ടിപ്പുകളും. പക്ഷേ ഹൈക്കോടതി തുറക്കാൻ പോകുന്നത്, അന്വേഷണം തുറക്കാൻ പോകുന്നത് ഒരു വലിയ ക്രമക്കേടുകളുടെ പണ്ടോരപ്പെട്ടിയാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കെ അനിൽകുമാർ, ഈ 99-ൽ അവിടെ സ്വർണ്ണം ഉണ്ടായിരുന്ന കാര്യത്തിൽ അവിതർക്കമാണ്. കാരണം 30.3 കിലോ സ്വർണ്ണം ഉപയോഗിച്ച കാര്യം വിജയമല്യയുടെ വാർത്താ സമ്മേളനം, അതിൻ്റെ വാർത്താക്കുറിപ്പുകൾ ഒക്കെയുണ്ട്. അത് കോടതിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കോടതി രണ്ടിടക്കാല ഉത്തരവുകൾ അത് പ്രത്യേകമായി എഴുതി വെക്കുന്നുണ്ട്. പോട്ടെ, ഇന്ന് മാതൃഭൂമിയിൽ സംസാരിക്കുമ്പോൾ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ശ്രീ PS പ്രശാന്ത് വലിയ സ്വർണ്ണം പൂശ കാര്യം തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്വർണ്ണം വെച്ച കാര്യം തന്നെ പറയുന്നുണ്ട്. പക്ഷേ 2019-ൽ ഇയാൾക്ക്, ആർക്കാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുക്കുന്നത് വെറുതെ കൊടുക്കുന്നതല്ല, ദേവസ്വം ബോർഡ് ഒരു ഉത്തരവിലൂടെ കൊടുക്കുന്നതാണ്. ആ ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ് ശ്രീ അനിൽകുമാർ: T വാതിലുകൾക്ക് ഇരുവശവുമുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകടുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം പൂശി നൽകുന്നതിനും കൂടാതെ ശ്രീകോവിലിൻ്റെ തെക്കുവടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് പാളികളുടെ അറ്റകുറ്റപ്പണികൾ കൂടി പൂർത്തിയാക്കി സ്വർണം പൂശി നൽകുന്നതിനും അനുവാദം നൽകുന്നതിനും വിവരിച്ച് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തൻ ശബരിമല എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ 2019-ൽ അവിടുന്ന് ഇളക്കിക്കൊണ്ടുപോയ സ്വർണം വെറും ചെമ്പാക്കി മാറ്റിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ദേവസ്വം ബോർഡ് കൂടാ. ശ്രീ കെ അനിൽകുമാർ, നമ്മൾ ഈ പകുതി ബന്ധ കറി കൂട്ടുമ്പോഴുള്ള പ്രശ്നമാണ്. കോടതിക്കും അത് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു 7 കോടി രൂപ അരവണയുടെ അക്കൗണ്ടിൽ പോയ കഥ നമ്മൾ കേട്ടല്ലോ. നിങ്ങൾ അരവത്തെ പിടിക്കാൻ തന്നെ. ഇപ്പം ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ശ്രീ പണിക്കർ എത്ര ആത്മാർത്ഥമായിട്ടാണ് ശബരിമലയോട് കൂറുള്ളൊരു മനുഷ്യൻ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി പറഞ്ഞത് ഹാഷ്മിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തരക്കാർ, അദ്ദേഹം പറഞ്ഞതെന്താണ്, അയ്യപ്പ സംഗമം ശരിയായ നിലയിലാണ്. ഇത്തരം പോറ്റിമാരെ ഒഴിവാക്കാനാണ് അയ്യപ്പ സംഗമം. ഒറ്റയ്ക്ക് പോറ്റിമാർ വരണ്ട. അവിടെ ശബരിമലയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പരസ്യപ്പെടുത്തുകയാണ്. അത് സുതാര്യമായിട്ട്, താല്പര്യമുള്ളവർ സുതാര്യമായിട്ട് തന്നെ ചെയ്യുകയാണ്. അവർ ചെയ്യുന്ന പ്രവർത്തനം നാട്ടിൽ അറിയിക്കും. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്താൽ മതി, ആരും പിരിവ് നടത്തണ്ട. ആഗോളമായി പിരിവ് നടത്തി, ആഗോളമായി അഴിമതി നടത്തിക്കൊണ്ടിരുന്ന വീരന്മാരാണ് പന്തളത്ത് കൂടിയത്. അവരാണ് അമ്പലം വിഴുങ്ങിയത്. ആ അമ്പലം വിഴുങ്ങികളെ ഭരണം ഏൽപ്പിക്കണം എന്നാണ് കോൺഗ്രസിൻ്റെ നേതാവ് ഇവിടെ പറഞ്ഞിട്ട് പോയത്. ഏത് കോൺഗ്രസിൻ്റെ നേതാവ്? വയനാട്ടിൽ KPCC ഫണ്ട് പിരിച്ചു, ആപ്പ് കാണുന്നില്ല. ഇപ്പോൾ സ്വർണം കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ മൊബൈലിലൂടെ, ആപ്പിലൂടെ ഫണ്ട് പിരിച്ചിട്ട് KPCCയുടെ ആപ്പ് കാണുന്നില്ല. എത്ര കോടി വിഴുങ്ങി? പിന്നെ യൂത്ത് കോൺഗ്രസ് വിഴുങ്ങിയ കാശ് എവിടെ പോയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബാംഗ്ലൂരിലും പലയിടത്തുമൊക്കെ ചിലവായിട്ടുണ്ടല്ലോ, കാര്യമൊക്കെ അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം,
അമ്പലം വിഴുങ്ങികളാണ് അപ്പുറം ഇരിക്കുന്നവർ. അവരുടെ രാഷ്ട്രീയ അമ്പലം വിഴുങ്ങിയാണ്. ശബരിമല ദേവസ്വം ബോർഡ് വളരെ ഫലപ്രദമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആരും ഇക്കാര്യത്തിൽ ഇനി ചെയ്യേണ്ടതില്ല, അതൊരു പൊതു സംവിധാനമാക്കി മാറ്റിയിരിക്കുന്നു. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം പറയാം. ഞാൻ മനസ്സിലാക്കിയത് അങ്ങ് പറഞ്ഞതുപോലെ വിജയമല്യ ചെയ്തതുപോലെ സ്വർണത്തിൻ്റെ തകിടുകൾ അടിച്ചു വെക്കുന്ന പ്രവർത്തനമല്ല നടത്തിയതെന്നാണ് ബഹുമാനപ്പെട്ട പണിക്കരൂടെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് രണ്ടാമത്തെ ഗോൾഡ് പ്ലേറ്റിംഗ് ആവാം, ഇല്ലെങ്കിൽ മൂന്നാമത്തെ ഘട്ടമാകാം. ഏത് സാധനമാണേലും 40 കൊല്ലം ഗ്യാരണ്ടി ഉള്ള ഒരു കാര്യമാണ് അവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഈ 40 കൊല്ലം ഗ്യാരണ്ടി കൊടുത്ത ആരാണ്? ഒരു സ്ഥാപനമാണ്. അവരെ കരാർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൂക്കത്തിൻ്റെ കാര്യത്തിൽ, അതിലെ സ്വർണത്തിൻ്റെ കാര്യത്തിൽ അവരുമായി കരാറുണ്ടല്ലോ. ആ കരാർ ദേവസ്വം ബോർഡ് പരിശോധിക്കില്ലേ? ആ കരാർ ദേവസ്വം ബോർഡ് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറവുണ്ടെങ്കിൽ ആ മുതൽ അവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഏതെങ്കിലും പണമോ ദേവസ്വം ബോർഡിൻ്റെ ഏതെങ്കിലും ജംഗമോ നഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ BJPയുടെ പ്രതിനിധിയുടെ ആ അറിവിനെ ഞാനങ്ങ് വാഴ്ത്തുകയാണ്. എന്താ അവിടെ പറഞ്ഞത്? ആ 2 പീഠങ്ങൾ എവിടെ പോയി? ആദ്യം ചർച്ച വരുമ്പോൾ സ്വയം ഒരു മനസ്സിലാക്കണം, ഈ 2 പീഠം ദേവസ്വം ബോർഡിന് അദ്ദേഹം കൊടുത്തിട്ടില്ലെന്ന്. ദ്വാരപാലക ശില്പത്തിൻ്റെ അടിയിൽ 2 പീഠങ്ങൾ സ്ഥാപിച്ചു, അത് ചേരുന്നില്ല. പകരം 2 അദ്ദേഹം കൊണ്ടുവന്നു, അത് ചേർന്നിട്ടില്ല, അതവിടെ ഏൽപ്പിച്ചിട്ടില്ല. ഏൽപ്പിക്കാത്തതുകൊണ്ടല്ലേ ദേവസ്വം ബോർഡിൽ സാധനം ഇല്ലാത്തത്. ദേവസ്വം ബോർഡിൻ്റെ രജിസ്റ്ററിൽ ഏൽപ്പിച്ചതിൻ്റെ രേഖയുണ്ടോ? ഇല്ല. അത് അദ്ദേഹം വീട്ടിൽ കൊണ്ടുവച്ചു. വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഇത് കാണാതെ പോയെന്ന് പോറ്റി പറയുന്നത് എന്തിനു വേണ്ടി? പോറ്റി പബ്ലിസിറ്റി കിട്ടാൻ. ഈ പറയുന്ന പരിപാടിയെല്ലാം ഞാൻ നടത്തുന്നുണ്ട്, എൻ്റെ കയ്യിലുണ്ട് ഈ സാധനം, അവിടെ വെച്ച സാധനം ഇപ്പം എൻ്റെ ഇരിപ്പുണ്ടെന്ന് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അയാൾ ശബരിമലയെ കച്ചവടമാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അയ്യപ്പ സംഘം ഒരു ഇത് കിട്ടി, RSSും കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ട് എന്നെ തകർക്കാൻ നിൽക്കുകയാണ്. എന്നാൽ പിന്നെ ഇവരുടെ കയ്യിൽ ഇട്ടുകൊടുത്തേക്കാവുന്ന പോറ്റി ഇട്ടുകൊടുത്തു. ഉടനെ പ്രതിപക്ഷ നേതാവിൻ്റെ അടിയന്തര പ്രമേയം. ഇവിടെ ചാനൽ ചർച്ചയിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ എന്തെല്ലാമാണ് പറയണത്? എന്താണ് അടിച്ചുമാറ്റൽ യോജന? അടിച്ചുമാറ്റൽ യോജന? KPCC അടിച്ചുമാറ്റിയില്ലേ വയനാട് ഫണ്ട്, അടിച്ചുമാറ്റൽ യോജന. എന്നിട്ടിപ്പം ഹാഷ്മി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹാഷ്മി ആദ്യം ഒരു തീരുമാനം എടുക്കുക. ഈ പറയുന്ന സാധനം ഏതാണെന്ന് ഹാഷ്മിക്ക് മനസ്സിലായിട്ടുണ്ടോ? കോടതിക്ക് മനസ്സിലായിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് കൈകാര്യം ചെയ്യുന്ന ഇല്ലില്ല, മനസ്സിലായിട്ടില്ല. അത് തന്നെ പറയാം, ഇത് മനസ്സിലായിട്ടില്ല. എന്താ അതിൻ്റെ തെളിവ് എന്താണെന്നറിയോ? ഇത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ആദ്യം ഈ കേസ് കൈകാര്യം ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹം മദ്രാസിലാണ്. അദ്ദേഹം തിരിച്ചു വന്നിട്ട് കൃത്യമായ വസ്തുതകൾ കോടതിയെ ധരിപ്പിച്ചിട്ട് പറഞ്ഞു, വിജിലൻസ് ഇത് ഫലപ്രദമായി പരിശോധിക്കും. 3 കിലോ 4 കിലോ തൂക്കം കുറഞ്ഞൊരു ആക്ഷേപം ഇപ്പം പറഞ്ഞല്ലോ, പരിശോധിക്കും, കൃത്യമായ വിവരം തരും. വിജിലൻസാണ്, സർക്കാരിൻ്റെ വിജിലൻസാണ്. എന്താ കോടതി പറഞ്ഞത്? പോറ്റി അന്വേഷിക്കാനല്ല പറഞ്ഞത്. ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ കേരള സർക്കാരിൻ്റെ വിജിലൻസാണ് അന്വേഷിക്കുന്നത്. ഇതിന് ഓഡിറ്റുള്ളതല്ലേ? ഓഡിറ്റില്ലാത്ത ഏതെങ്കിലും കാര്യമുണ്ടോ? ശബരിമല ഓഡിറ്റില്ലാത്ത കാര്യമുണ്ടോ? തോന്നിയവർക്ക് തോന്നിയ പോലെ ചെയ്യാമോ? പ്രശ്നം ഇത്രേ ഉള്ളൂ. ഇവിടെ ശ്രീ പണിക്കര് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഭക്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പം തന്നെ ഇത് മദ്രാശിയിലേക്ക് കൊണ്ടുപോയി. തന്ത്രിയുടെ അനുവാദം വേണ്ടേ? തന്ത്രി അനുവാദം കൊടുത്തോ? ശബരിമലയിലെ ആചാരപ്രകാരം ഭഗവാന്റെ അനുജ്ഞ എന്നൊരു ചടങ്ങുണ്ട്, അതിവിടെ കൊടുത്തോ? ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോയത്. പക്ഷേ ഫലപ്രദമായി അത് കൊണ്ടുപോകുമ്പോൾ എല്ലാ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. പക്ഷെ കോടതിയോട് അനുവാദം വാങ്ങേണ്ടതായിരുന്നു, അത് വീഴ്ചയാണ്. ആ വീഴ്ച പറ്റിയത് വീഴ്ചയാണെന്ന് തന്നെ പറയും. കോടതി അതിൽ ഇടപെട്ടു, സ്വാഗതാർഹമാണ്. മറ്റേ അരവണ പോലെ അല്ല, ഈ കോടതി ഇക്കാര്യത്തിൽ പരിശോധിക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ സംവിധാനം ഏർപ്പെടുത്തി, സ്വാഗതാർഹമാണ്. ഇപ്പം തന്നെ ദേവസ്വവുമായി ബന്ധപ്പെട്ട് നിരവധിയായ മുൻ ജഡ്ജിമാരും അവിടെ സഹായിക്കുന്നുണ്ട്. ആ സഹായത്തെ ദേവസ്വം ബോർഡ് സന്തോഷത്തോടെ കാണുന്നത്. തെറ്റായൊരു കാര്യത്തിനും ഇടതുപക്ഷനാവത്തിനോട് നിയോഗിച്ച ഒരു ദേവസ്വം ബോർഡിലെ ഒരാളും അവിടെ നിൽക്കുന്നില്ല. അതുകൊണ്ട് ആത്മീയ കച്ചവടം അവിടെയുണ്ട്. ഒരു ശബരിമലയ്ക്ക് ബദലായിട്ട് വേറൊരു ശബരിമല പോലെ ഇതാ ദ്വാരപാലക ശില്പം, ഇത് ഇവിടെ ഇരുന്ന് ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കച്ചവടത്തിന് നാളെ ഒരാൾക്ക് ഇറങ്ങിത്തിരിക്കാൻ അവസരം ഉണ്ടാകാത്ത വിധം അയ്യപ്പ സംഗമത്തിന്റെ ഇങ്ങനല്ലേ പോകേണ്ടത്? അത് ചെയ്യുന്നതിന് പകരം മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇയാൾ ഭക്തി കച്ചവടം നടത്തിയെന്ന കാര്യം തന്നെയാണ് ശ്രീ മഹേഷ് പണിക്കർ സംശയിക്കുന്നത്. അത് നിയമത്തിന് മുന്നിൽ വരട്ടെ. പക്ഷേ പ്രശ്നം എന്താണ്? പ്രശ്നം 2019 ഇയാൾ കൊണ്ടുപോയിട്ട് 4 കിലോ കുറവുള്ള കാര്യം അറിയാമായിരുന്നിട്ടും 2025 ഇതേ ആൾക്ക് തന്നെ കൊടുക്കുന്നുണ്ടെന്നേ. ഇതേ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. 99 അതിൽ സ്വർണ്ണം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അത് പരിശോധിക്കണം എന്ന അഭിപ്രായമാണ് സർക്കാരിനുള്ളത്. അതെ,
99-ൽ അത് പരിശോധിക്കണം എന്ന അഭിപ്രായമാണ് സർക്കാരിനുള്ളത്. അതെ, അതിൽ ആര് തെറ്റ് ചെയ്താലും നടപടി എടുക്കണമെന്നാണ് സർക്കാരിന് പറയാനുള്ളത്. അതെ, അത് കൃത്യമായി പരിശോധിക്കപ്പെടുമെന്നാണ് എനിക്കുള്ള വിശ്വാസം. ഓക്കെ. അതോടൊപ്പം തന്നെ 99-ൽ ഇതിൽ സ്വർണ്ണം ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. എനിക്ക് അക്കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവില്ല. അതിൽ സ്വർണ്ണം ഉണ്ടെന്നുള്ള കാര്യം വിജയമല്യ പറയുന്നുണ്ട്, കോടതി പറയുന്നുണ്ട്, ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പറയുന്നുണ്ട്. ഒരു ചോദ്യം ചോദിച്ചത് ഞാൻ പറയുന്നത് അതിൽ സ്വർണ്ണം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പറയാണ് വിജയമല്യ 30.3 കിലോ സ്വർണ്ണത്തിന്റെ ഭാഗമായി ദ്വാരപാലകരുണ്ട്. കാശ്മീർ ഞാനൊരു ചോദ്യം ചോദിച്ചുള്ളൂ. ഇതിന് ഏതെങ്കിലും ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ 40 കൊല്ലത്തേക്ക് ഞങ്ങളിത് ഇതുപോലെ എന്ന് ആരെങ്കിലും ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും സ്ഥാപനം? ഇല്ല, പ്രശ്നമല്ല ശ്രീകുമാർ. അല്ലല്ല, ഒരു സ്ഥാപനം താങ്കൾ വഴിതിരിച്ചുവിടല്ലേ? ഇല്ല, താങ്കൾ വഴിതിരിച്ചുവിടല്ലേ? 99-ൽ സ്വർണ്ണമുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ദേവസ്വം ബോർഡ് ഉത്തരവിൽ ചെമ്പാവുന്നത് എങ്ങനെയാണ് സി കെ അനിൽകുമാർ? അത് പരിശോധിക്കണ്ടേ? അത് പോറ്റി ഇറക്കിയ ഉത്തരവല്ലല്ലോ, ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവല്ലേ? ഞാൻ പറയുന്ന പോയിന്റ് ഞാൻ പറയട്ടെ സാർ. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ് അവിടെ ദ്വാരപാലക ശില്പമായി സ്ഥാപിക്കപ്പെട്ടത്? അതിന് 40 കൊല്ലത്തെ ഗ്യാരണ്ടി ഇവിടെയുണ്ട്. നാളെ അതിന് 1 ഇഞ്ച് കുറവുണ്ടെങ്കിൽ, 1 ഗ്രാം കുറവുണ്ടെങ്കിൽ ഗ്യാരണ്ടി നൽകിയ സ്ഥാപനം ഉത്തരം പറയും. അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും. അതിന് നിയമപരമായ വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് ഉണ്ടോ ഇല്ലയോ സ്വർണം നഷ്ടപ്പെട്ടോ? ഇല്ല, ഇവിടെ ക്ലിയർ ചെയ്യണം, പരിശോധിക്കട്ടെ. ഇല്ല, ഇവിടെ ദേവസ്വം ബോർഡ് 2019 ചെമ്പുവാളിയാക്കുന്നുണ്ട്. പോറ്റിക്ക് കൂട്ടുനിന്ന ആ ദേവസ്വം ബോർഡ് എന്തിനാ ദേവസ്വം ബോർഡ് പോറ്റിയുടെ തട്ടിപ്പിന് കൂട്ടുന്നേ? അതടക്കം പരിശോധിക്കണം. അവർ പോറ്റിയുടെ മാത്രം തലയ്ക്ക് വെക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാറ്റിനും മീതെയാണ് രാഷ്ട്രീയം. അയ്യപ്പനെ പോലെ സുരക്ഷിതമായി വെക്കുന്നുണ്ട് രാഷ്ട്രീയമെന്ന ഉപരിമണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ പൊന്നിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് അയ്യപ്പനെ. രാഷ്ട്രീയമായിട്ടുള്ള സംരക്ഷണമില്ലേ അയ്യപ്പനെ എന്നേയും കൊണ്ട് കൊണ്ടുപോയിനെ. അയ്യപ്പൻ്റെ വിഗ്രഹവും കൂടെ പോയേനെ. ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്ന എനിക്കറിയാം. ഇതൊക്കെ ഞാൻ അവസാനിപ്പിച്ചാണല്ലോ. അപ്പോൾ വലിയ കാര്യത്തെ ഓരോന്ന് പറയുന്നല്ലോ. അന്ന് ഒരു സ്വർണ്ണപ്പാളി ആരും കൊണ്ടുപോയില്ല. അന്നൊരു ഏടാകൂടെ ഉണ്ടായില്ല. ഞാൻ 3.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അത് ആർക്ക് കൊടുത്തു? കടന്നപ്പള്ളിക്ക് കൊടുത്തു. 3-ാം മാസം 300 പേര് മരിച്ചു പുൽമേട്ടിൽ. അയാളുടെ കുറ്റമല്ല, വഴിവിട്ട ആൾ കയറി വന്നു. ഒരാളുടെ കുറ്റമല്ല, ഇത് ഇരിക്കണം. അപ്പോൾ എനിക്കത് നന്നായിട്ടറിയാം. മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരൻ പറയുന്നത് എൻ്റെ ഭരണകാലത്ത് ആരും സ്വർണ്ണം അടിച്ചുകൊണ്ട് പോരുന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പോറ്റി ഒറ്റയ്ക്കാണെങ്കിൽ ഈ പറയുന്ന 99-ൽ ഗോൾഡ് ക്ലാഡഡ് പാളികൾ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ ചെമ്പാവുന്നത് എങ്ങനെയാണ്? പോറ്റി ഒറ്റയ്ക്കാണെങ്കിൽ ഈ പറയുന്ന തിരിച്ചു വരുമ്പോൾ കുറവുള്ള 4 കിലോ മഹസറിൽ രേഖപ്പെടുത്താതെ പൂഴ്ത്തി വെക്കണമെന്ന ആലോചന ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇനി പോറ്റി ഒറ്റയ്ക്കാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ 99-ൽ അല്ല 2019-ൽ 4 കിലോ കുറച്ച് കൊണ്ടുവന്നവന് 2025-ൽ തന്നെ അതേ പണി പിന്നെ ഏൽപ്പിച്ചു കൊടുത്തത് എങ്ങനെയാണ്? പോറ്റി ഒറ്റയ്ക്കാണെങ്കിൽ ഈ പറയുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ മാത്രം, അതുവരെ ഒരു കുഞ്ഞും അറിയാതെ ഇരുന്ന വിവരങ്ങൾ കോടതി ഇടപെടുമ്പോൾ മാത്രം പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? പോറ്റി ഒറ്റയ്ക്കല്ല, അതുകൊണ്ടാണ്. എൻകൗണ്ടർ പൂർണ്ണമാവുന്ന ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.